وألزم قلوب الخائفين أسرار أحبائه شرابا لذيذ المذاق. نحمده ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അവന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏലങ്കോട് പ്രദേശത്ത് വിജ്ഞാനവേദി എന്ന പേരിൽ ഇൽമിൻ്റെതായ മജ്‌ലിസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും ഓരോ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒട്ടനേകം ആളുകൾ താല്പര്യപൂർവ്വം ഈ സമയത്ത് ഒരുമിച്ച് കൂടുന്നു എന്നും നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അർഹമായ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വന്നിരിക്കുന്ന സദസ്സിൽ വരുന്ന ഓരോരുത്തർക്കും ഇൽമ് തേടുന്നതിന്റെ, ദീന് പഠിക്കുന്നതിന്റെ പുണ്യവും പ്രതിഫലവും ശ്രേഷ്ഠതകളും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലോകത്ത് കോടാനുകോടി ജീവികളുള്ള പ്രപഞ്ചത്തിൽ നാം മനുഷ്യർ ഒട്ടനേകം സവിശേഷതകളുമായി ഭൂമി ലോകത്ത് ജനിച്ചവരാണ്. മറ്റു ജീവികൾക്കില്ലാത്ത, ജന്തുക്കൾക്കില്ലാത്ത പലതരം സവിശേഷതകൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, എഴുതാനും വായിക്കാനും കഴിവുള്ളവരാണ്. ചിന്തകന്മാരും ഗവേഷകന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ മനുഷ്യന്മാരെ കൂട്ടത്തു നിന്നാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിപ്പിന് പോലും, മനുഷ്യൻ എന്ന സൃഷ്ടികൾക്ക് പോലും ഒരു പ്രത്യേകത അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. വലഖദ് കറംനാ ബനീ ആദം, ആദമിന്റെ സന്താനങ്ങളെ നാം ആദരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ മനുഷ്യൻ. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും സഞ്ചരിക്കാൻ പറ്റുന്നവരാണ് അവർ. വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റുന്നവരാണ് അവർ. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ, മറ്റു സൃഷ്ടികൾക്കില്ലാത്ത ശ്രേഷ്ഠതകൾ നാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലോകത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ദുർബലനായ ഈ സൃഷ്ടി ചില പ്രത്യേകതകളും സവിശേഷതകളും അന്ന് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ലോകത്ത് 5400ഓളം സസ്തനികളുണ്ട് എന്നാ പറയാറുള്ളത്. സസ്തനികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തി പരിപാലിക്കുന്ന ജീവികൾക്കാണ് സസ്തനികൾ എന്ന് പറയുന്നത്. അതിൽ 14 കൊല്ലം കുട്ടിക്കാലമുള്ള ഒരേ ഒരു ജീവി നമ്മളാണ്, മനുഷ്യൻ. ആട് പ്രസവിച്ച മണിക്കൂറുകൾക്കകം പോയി അകത്തിൽ പോയി പാല് കുടിച്ച് നടന്ന് ചാടി കഴിക്കാൻ തുടങ്ങും. താറാവ് കുഞ്ഞ് വിരിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ കൊണ്ടുപോയി വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്താൽ അത് നീന്തി കരക്കയറും.
മനുഷ്യനാകുന്ന നമ്മളൊന്ന് എണീറ്റ് നടന്ന് ഓടിച്ചാടണമെങ്കിൽ ദിവസങ്ങൾ, മാസങ്ങൾ എത്ര കഴിയണം? അല്ലാഹു തആല പറയാണ്, എങ്കിലും മനുഷ്യൻ ഇത്രയൊക്കെ ആദരവൊക്കെ ഉണ്ടെങ്കിലും യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യനെ നാം ഒരുപാട് ദുർബലതകളോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു സൃഷ്ടി എന്ന നിലക്ക് അവന് ചില ദുർബലതകളുണ്ട്. ഏത് സമയത്തും സൈഡാവും. രാവിലെ ഒരു കുഴപ്പമില്ലാത്ത ആള് വൈകുന്നേരം രോഗിയാവും. നമ്മൾ കുഴഞ്ഞങ്ങോട് വീണാൽ ഒരു സൈഡ് തളർന്നാൽ കഴിഞ്ഞു, പിന്നെ രോഗിയാണ്. വമ്പിച്ച പൈസക്കാരനായിരിക്കും, ഒരൊറ്റ ഡള്ളായി ബിസിനസ് ഒന്നാണ് പൊളിഞ്ഞാൽ പിന്നെ യാചകനെ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തവനായി ദരിദ്രനായി മനുഷ്യൻ മാറും. നല്ല തറവാടിത്തവും മഹിമയും പേരും പ്രശസ്തിയൊക്കെയുള്ള കുടുംബമായിരുന്നു. ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ചീത്തപ്പേര് മതി കുടുംബത്തിൽ മൊത്തത്തിൽ അതൊരു മാമിക്കടായി മാറും. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുടുംബത്തിലുള്ളവരൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യനെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് കുടുംബജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല. എന്റെ ഭർത്താവ് 100% തികഞ്ഞവനാകണമെന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനല്ല. ആ 100% തികഞ്ഞ മനുഷ്യനില്ല. എന്റെ ഭാര്യ ഫുൾ 100% കറക്റ്റ് ആയവളായിരിക്കണം, അവൻ മനുഷ്യരാവില്ല. പോരായ്മകളും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉപ്പും മധുരവും പുളിയും കയ്പും എല്ലാം ചേർന്നതാണ് മനുഷ്യ ജീവിതം. ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുത്തിനടുത്താണ് ജീവിതത്തിലെ വലിയ പരാജയങ്ങളിലേക്ക് മനുഷ്യർ കൂട്ടുകുത്തുന്നത്. ഇനി അത് മാത്രമല്ല, ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു വലിയ സമുദായമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം, അതിനു മുമ്പുണ്ടായിരുന്ന തലമുറകൾക്ക്, സമുദായങ്ങൾക്ക്, ആളുകൾക്ക് വലിയ ആയുസ്സുണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നത് 950 കൊല്ലം ഭൂമിയിൽ ആയുസ് എത്തിയിട്ടുണ്ട്. നമുക്കില്ല. പിന്നീട് വന്ന പല പ്രവാചകന്മാരും 400-500 കൊല്ലം ജീവിച്ച നബിമാരുടെ ചരിത്രമുണ്ട്. അൽ ബിദായ വൻ നിഹായയിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവസാനത്തെ ഉമ്മത്തായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മളെ പറ്റി പറഞ്ഞത് നിങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. വഅഖല്ലുഹും മയജൂദു ദാലിക്, വളരെ കുറഞ്ഞ ആളുകൾ അത് കടന്നേക്കാം. ചിലപ്പോൾ ചിലർക്ക് 70-ന്റെ മേലൊക്കൊന്ന് പോയേക്കാം. ചുരുക്കത്തിൽ മനുഷ്യന്റെ ആയുസ് 60-70 ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ്. അതിന്റെ ഇടയിൽ 60-70 കൊല്ലം നമ്മൾ എത്ര പേര് ജീവിക്കും അത് പറയാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് 40-ലും 30-ലും 32-ലും അറ്റാക്ക് വന്ന എത്ര മനുഷ്യന്മാരുണ്ട്. കോവിഡിന്റെ വാക്സിൻ എടുത്തതിന് ശേഷമുണ്ടായ മരണസംഖ്യകളെ കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് വല്ലതും വായിച്ചിരുന്നു? ചെറുപ്പക്കാരിൽ സംഭവിക്കുന്ന അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും വായിച്ചു വെക്കുന്നോ? നമ്മൾക്ക് അറ്റാക്ക് വന്ന് മരിച്ചതാണ് കഴിഞ്ഞ്. പഠിക്കാനുണ്ട് മനുഷ്യൻ. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ട് നമുക്കൊരു 60 കൊല്ലം പടച്ചോൻ തന്നു എന്ന് വിചാരിക്കും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കാണാം, ഇദാ അശൽ ഫതാ 60 ആമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. ഒരു മനുഷ്യൻ 60 കൊല്ലം ജീവിച്ചാൽ 30 കൊല്ലം രാത്രിയായിരിക്കും. 60 കൊല്ലം ജീവിച്ചോണ്ട് 30 കൊല്ലം രാത്രിയാണ്. പിന്നെ ബാക്കി എത്ര പേരുണ്ടാവുക? ഒരു 30 കൊല്ലം. ഇനി 30 കൊല്ലല്ലേ, അതിന്റെ പകുതി 15 കൊല്ലം കുട്ടിക്കാലായിരുന്നു. ട്രൗസറും പാൻറ്റും ഇട്ട് ക്രിക്കറ്റ് കളിച്ച് നടന്ന്, പോട്ടി കളിച്ച് നടന്ന്, റോട്ടിൽ കൂടെ നടന്ന്, അങ്ങോട്ട് നടന്ന്, മരത്തുമ്പോ കയറി അങ്ങനെ ചാടിക്കളിച്ച് നടന്ന ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത 15 കൊല്ലം അവൻ കഴിഞ്ഞു. 30-ന്റെ
മൂന്നിലൊരു ഭാഗം 10 കൊല്ലക്കാലം ജോലി തേടി, ഡിഗ്രി തേടി, PSC തേടി, ബിസിനസ് തേടി, കുടുംബം നോക്കി കുറെ കാലം അങ്ങനെ നടന്നുപോയി. 15ന്റെയും 25ന്റെയും ഇടയിലുള്ള നമ്മുടെ ജീവിതകാലം. പിന്നെ അവസാനം പറയുകയാണെങ്കിൽ അവസാനം പിന്നെ നമ്മൾ എവിടെ എത്തിപ്പെടാന്ന് ചോദിച്ചാൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവൻ എത്തിപ്പെടുന്നത് പിന്നെ അവസാനം രോഗം, വാർദ്ധക്യം, ജരാനരകൾ ബാധിച്ചത്, യാത്രകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഞ്ചാരം എല്ലാം കൂടി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി എന്താണ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഈ ഓട്ടത്തിന്റെ ഇടക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? 24 മണിക്കൂർ ലഭിക്കുന്ന ഒരു മനുഷ്യൻ ആകെ നിസ്കരിക്കാൻ വേണ്ടി മാക്സിമം എടുക്കുകയാണെങ്കിൽ 1/2 മണിക്കൂർ. ബാക്കിയൊക്കെ ദുനിയാവിനോടല്ലേ? ഇതിന്റെ ഇടയിൽ നിന്നാണ് ഒരു ദിവസം നമ്മൾ മരിച്ചു എന്ന് വാർത്ത കേൾക്കുക. ഈ ഓട്ടത്തിന്റെ ഇടക്കാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ മരണം കടന്നു വരിക. അതോടെ ആയുസ് കഴിഞ്ഞു. ആയുസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദുനിയാവ് കഴിഞ്ഞു. ദുനിയാവ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ പുതിയ വീട്ടിലേക്ക് താമസമായി. ഇനി മുതൽ അയാൾ ബർസഖിലേക്ക്. മനുഷ്യൻ മരിക്കുന്നതോടുകൂടെ അതുവരെ ഉണ്ടായിരുന്നത് എല്ലാ സിസ്റ്റങ്ങളും മാറി. അയാൾ കുളിക്കുമായിരുന്നു, ഇനി അയാൾ കുളിക്കൂല, അയാളെ കുളിപ്പിക്കണം. നേരത്തെ വസ്ത്രം മാറി നടക്കുമായിരുന്നു, ഇനി അയാൾ വസ്ത്രം മാറില്ല, വേറെ ഒരാൾ ധരിപ്പിക്കണം. ഇനി അയാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല, ഇനി അയാൾക്ക് ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, അദ്ദേഹം മരിച്ചു എന്ന നിമിഷം മുതൽ പേരുകൾ പോലും അയാളെ മാറ്റി വിളിക്കാൻ തുടങ്ങി. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യിത്തെന്ന പേരു മാത്രമാകുമേ. ഇതുവരെ വാപ്പാന്ന് വിളിച്ചിരുന്ന കുട്ടികൾ വന്നിട്ട് മയ്യിത്ത് കൊണ്ടുപോകാനായോ എന്ന് ചോദിക്കും. ഇതുവരെ ബാപ്പച്ചിയും ഉമ്മച്ചിയും സ്നേഹത്തിൽ വന്ന് വിളിച്ചിരുന്ന നമ്മളെ കുട്ടികൾ വന്നിട്ട് മയ്യിത്ത് നിസ്കരിക്കാനായോ, മയ്യിത്ത് എത്ര കൊണ്ടുപോകാന്ന് ചോദിക്കാതാവും. നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫോണ്, നമ്മുടെ വാച്ച്, നമ്മുടെ മോതിരം ഇതൊക്കെ അവിടെ ഭാഗത്ത് നമ്മളൊക്കെ സൈഡാവും. നമ്മളെ എടുത്ത് കുളിപ്പിക്കും. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. ഈ അങ്ങാടി കൂടെ ബസ്, വണ്ടി കൂടെ, കാറിൽ കൂടെ കടിച്ചു പൊളിച്ച് പോയിരുന്ന മനുഷ്യൻ മയ്യിത്ത് കട്ടിലിൽ ഒരു യാത്ര പോകും. അപ്പൊ വീട്ടില് നല്ല വാഹനമൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷെ മരിച്ചതോടുകൂടി ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വസ്ത്രം നല്ല കളർഫുൾ ആയ നല്ല മോഡലുള്ള ഡ്രസ്സ് നോക്കി നടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. നമ്മള് മരിച്ചാൽ ഒരു 3 കഷ്ണം തുണി, വെള്ള തുണി, ഒരു ഡിസൈനും മോഡലൊന്നും നോക്കരുത്, എളുപ്പം കറക്റ്റാണോ നോക്കാം. വീടിന്റെ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് വലുതാക്കി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലം മേടിച്ചിട്ട് വീട് വലുതാക്കിയ മനുഷ്യൻ 6 അടി മണ്ണിൽ, ചളിമണ്ണിൽ ഇറക്കി വെക്കുകയാണ് കബറിനകത്തേക്ക്. സുഹൃത്തുക്കളെ, ആ യാത്ര പോകുമ്പോ അവസാനത്തെ ആ യാത്രയിൽ അവൻ മനോഹരമായി സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് കടന്നു വരൂ, സ്വർഗത്തിലേക്ക് കടന്നു വരൂ. അമംഗളാശംസകളോടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിവസം നമുക്ക് വരണം. അത് ലഭിച്ചാൽ, അത് കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ യാത്ര കഴിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവന്റെ അടുക്കൽ വന്ന് മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ 5 വലിയ നേട്ടങ്ങൾ ആ മനുഷ്യന് നേടാൻ കഴിയും. മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പ് കൊണ്ടുവന്ന് വിരിക്കാൻ പറയും. നമ്മുടെ നാട്ടിലത്തെ ഖബർസ്ഥാനാണ് ഈ പറയുന്നത്. ഏതു മക്കാമുകളിലെ കഥകളല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാരന്റെ ഖബറിൽ
ആ മനുഷ്യൻ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ച ഒരാളാണ്. ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ അള്ളാഹു വിളിച്ചു പറയും, അഫ്രിശൂഹു മിനൽ ജന്ന, ആ മനുഷ്യനെ സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പ് കൊണ്ടുവന്ന് വിരിക്കാൻ പറയൂ. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കാൻ പറയും. വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കാൻ പറയും. വയഫയുസ്സഹു ലഹു ഫീ ഖബരിഹി, അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കാൻ പറയും. വബിശ്റബില്ലദീ യസുറുക, അവനോട് സന്തോഷിക്കാൻ പറയും. പേടിക്കേ വേണ്ട, വിഷമിക്കേ വേണ്ട. സ്വർഗത്തിന്റെ കാഴ്ച രാവിലെയും വൈകുന്നേരം ഖബർക്ക് അടിച്ചു വീശും. അങ്ങനെ കിട്ടുമ്പോ ഖബറിന്റെ ഉള്ളിൽ കിടന്നിട്ട്, നമ്മളൊക്കെ ദുനിയാവിൽ മണ്ണിന്റെ മേലെ കിടന്നിട്ട് എന്താ പറയുന്നത്, ഖിയാമത്ത് ആകരുതേ എന്നാണെങ്കിൽ ഖബറിൽ കിടക്കുന്ന സ്വർഗത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി പറയും, ഹദീസിൽ പറയാണ്, റബ്ബി അഖിമിസ് സാഅ, പടച്ചോനെ പെട്ടെന്ന് ഖിയാമത്ത് ആകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അത്രക്ക് സുഖമാണ് മനുഷ്യൻ അവിടെ അനുഭവിക്കുന്നത്. ഇത് നമുക്ക് നമ്മളെ പറ്റി, നമ്മളെ കുടുംബത്തെ പറ്റി, നമ്മളെ അമ്മാനെ പറ്റി, വാപ്പാനെ പറ്റി, നമ്മളെ പറ്റി പറയാൻ കഴിയുന്നതാണ് കുടുംബം സ്വർഗത്തിലെത്താൻ ശ്രദ്ധിക്കേണ്ടെന്ന് ഒന്നാമത്തെ കാര്യം. ദുനിയാവ് നന്നാക്കണം, അപ്പോഴേ ആഖിറം നന്നാവുള്ളൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ആദ്യം പ്രാർത്ഥിക്കുന്നത് ദുനിയാവ് നന്നാക്കി തരണേ, അതിൽ ഹസനത്ത് തരണേ. അത് കുറെ വീട് തരണേ, സ്വത്ത് തന്നെ എന്നതിന്റെ അർത്ഥം. അത് ശരീരത്തിന് 7ഓളം ഗുണങ്ങൾ അതിനുണ്ട്. സന്തോഷകരമായ ജീവിതം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആയിഷയ ജീവിതം, ബറക്കത്തുള്ള ജീവിതം, അങ്ങനെ കുറെ ഹസനാത്ത് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞതാണ് ഹസന, പരലോകത്ത് നന്മ തരണം. അതാണ് വിചാരണ എളുപ്പാകല്, സിറാത്ത് കടക്കല്, സ്വർഗത്തിലെത്തല് കൈകൊണ്ടത്. നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. ഇതാണ് പ്രാർത്ഥന. അവിടെയാണ് നമുക്ക് ഉണ്ടാവേണ്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമുക്ക് വ്യക്തിപരമായി ദുനിയാവിൽ നമുക്ക് കണ്ടെത്താൻ, ഉണ്ടാകാൻ കഴിയണം. അതിൽ ഏറ്റവും പ്രധാനമാണ് ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടാവണം. എന്തൊക്കെ കഥ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? നിസ്കരിക്കുന്നത് വരെ എന്തിനാന്ന് ചോദിച്ചു, നിസ്കരിക്കണം, എല്ലാവരും പോകുന്നുണ്ട്. എന്തിനാ ഉമ്രക്കോണത്? താത്ത പോയി, എളാപ്പ പോയി, മൂത്താപ്പ പോയി, എന്റെ അനിയത്തി വരെ പോയി, ഞാൻ പോകാതിരുന്നതിന്റെ കാര്യം, ഞാനും പോകാണ്. അല്ല, എന്തിനാ പോകന്നെ? ഹജ്ജ് കഴിഞ്ഞു, 8 ലക്ഷം ചെലവാക്കി, എന്തിനാ ഹജ്ജിന് പോയത്? എന്താ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടല്ലേ കോട്ട ഉണ്ട്, എന്താ ഞങ്ങൾ പോയാൽ എന്താ കുഴപ്പം? അല്ലാതെ എന്തിനാ ഹജ്ജിന് പോകന്നെ? എന്തിനാണ് ഈ പോക്കെന്തിനാണ്? ഞങ്ങൾ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സമയത്ത് അദ്ദേഹം 17 കൊല്ലം മുമ്പ് പോകണം ഹജ്ജ്. അദ്ദേഹം വസിയത്താണ് കുടുംബങ്ങളോട് നാട്ടുകാരോട് ഒരു ഫംഗ്ഷൻ വെച്ച് പറയും, ദയവ് ചെയ്ത് ഞാൻ മടങ്ങി വന്നാൽ നിങ്ങൾ എന്നെ ഹാജിയെ എന്ന് വിളിക്കരുത്. അദ്ദേഹം വസിയത്ത് ചെയ്തിട്ടാണ് പോയത്. ഒരു കുട്ടി പോലിനെ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഹാജിയെ നിങ്ങൾ വിളിച്ചു പോകരുത്. പരസ്യം അദ്ദേഹം എപ്പോഴും ഹയാത്തിലുണ്ട്. അദ്ദേഹം പറയണം, അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, ഇന്ന് വരെ എനിക്ക് ആ വിളി കിട്ടിയില്ല. ചില മനുഷ്യന്മാരുണ്ട്, ഹാജിയാർ എന്ന വിളി കിട്ടിയാൽ മാത്രം തലപൊന്തിക്കുന്ന സുഖിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഓരെന്തിനാ പോണത്? കിട്ടാനാണ്. ഇവിടെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം പരലോകമായി മാറണം, ഇഖ്ലാസ് ഉള്ള ജീവിതമാകണം. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ നമുക്ക് കർമ്മങ്ങൾ നന്നായി ചെയ്യാൻ കഴിയൂ. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. പരലോകം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത്. അവൻ മുഅ്മിനാണെങ്കിൽ അല്ലാഹു അവനോട് നന്ദി കാണിക്കുന്നതാണ്. ഇരിക്കണ ഇരുത്തം പോലും നമുക്ക് നിയത്തുണ്ടെങ്കിൽ പരലോകത്ത് കൂടി. ഞാൻ വന്നിട്ടില്ലെങ്കിൽ മൂപ്പരെന്താ വിചാരിക്കുക? ആ വിചാരിച്ചോണ്ട് കഴിഞ്ഞു, ആ കൂലി പോയി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ മനസ്സിലുണ്ടാവും, ഞാൻ അവിടെ പോയി സംസാരിച്ചിട്ട് കുറെ ആൾക്കാരുണ്ട്, എന്റെ പ്രശ്നങ്ങളെ നന്നായി എന്നൊക്കെ പറഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു പോയി, എനിക്ക് കൂലിയില്ല. ഞാൻ ഈ പറയുന്നതിന്റെ പിന്നിൽ എന്റെ ഏറ്റവും അടിത്തറയായത് ആഖിറത്തിൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളതായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. എന്തൊരു ചെറുതും വലുതുമാണ്. അതുകൊണ്ടാണ് ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം മനുഷ്യൻ പ്രവർത്തിക്കുന്ന എന്ത് കാര്യവും. സ്വർഗാവകാശികളായ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ സാധുക്കൾക്ക്, യതീമുകൾക്ക്, മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഇതൊക്കെ ചെയ്യുന്നത് അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ്.
ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങളുടെ ഒരു നന്ദി വാക്ക്, നിങ്ങളുടെയൊരു പ്രതിഫലം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേയില്ല. നിങ്ങൾ നല്ലത് പറയാ, നമ്മൾ പൈസ കൊടുത്ത ആള്, നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത ആള് നമ്മൾ നോക്കി ചിരിക്കുക, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഇതുകൊണ്ട് എന്ത് കിട്ടും? പരലോകത്ത് എനിക്ക് കിട്ടുമെന്നായിരിക്കണം ചിന്ത. അതിനു വേണ്ടിയാണ് മുഴുവൻ മനുഷ്യരെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസ് ഉള്ള ദീനിൽ നിഷ്കളങ്കരായി അള്ളാഹനെ ആരാധിക്കാനല്ലാതെ അവരെ സൃഷ്ടിക്കപ്പെട്ടില്ല, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു കർമ്മം പടച്ചോൻ സ്വീകരിക്കണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അള്ളാഹ് സ്വീകരിക്കണം. ഒന്നാമത്തെ നിബന്ധന ഇഖ്ലാസ് ഉണ്ടാവണം. 2 ഇത്തിബാ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിട്ട് നമ്മൾ ചെയ്യണം. എന്റെ നിസ്കാരം നബിനെ പിൻപറ്റിയതാവണം, എന്റെ സ്വലാത്ത് നബിനെ പിൻപറ്റിയതാവണം, എന്റെ ദിക്ർ നബി പഠിപ്പിച്ചതായിരിക്കണം, എന്റെ ഖബർ സിയാറത്ത് നബി പഠിപ്പിച്ച പോലെ ആയിരിക്കണം, എന്റെ മാതാപിതാക്കളോടുള്ള എന്റെ തർബിയത്ത് നബി തങ്ങളുടെ സുന്നത്തനുസരിച്ച എന്ത് കർമ്മത്തിലും ഇത്തിബാ വേണം. 3 വദ്ദുആഉ ലിഖബൂലിഹി. ചെയ്തു കഴിഞ്ഞിട്ട് പടച്ചോനെ ഇത് കബൂലാക്കണേ എന്നുള്ള പ്രാർത്ഥന വേണം. അപ്പോഴേ ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിച്ചെങ്കിലേ കുടുംബത്തോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിലെത്താൻ പറ്റുള്ളൂ. അതിനെന്താ വേണ്ടത്? കുടുംബം കൂടെ വേണം. കൂടെ വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ചുണ്ടാവണം എന്നാണോ? അല്ല, ആദർശത്തോടെ കുടുംബം വേണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സങ്കടം എന്ത് ചെയ്യുന്നു? അല്ലാഹ് ഖലീലാക്കി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ വാപ്പ കൂടെ അല്ല. എന്താ വാപ്പാക്ക് കുഴപ്പം? വാപ്പാക്ക് വിഗ്രഹാരാധനയായിരുന്നു ഇഷ്ടം. എന്നിട്ട് വാപ്പ എന്താ ചെയ്യാ? വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത് വിൽക്കും. അതുകൊണ്ട് മകനുണ്ടായ വിഷമം എന്നറിയോ? ആദർശ കെട്ടുറപ്പുള്ള ഒരു കുടുംബമാകാൻ കഴിയാത്തതിൽ വല്ലാത്ത ഇബ്രാഹിം നബിക്ക് സങ്കടമായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാമിന് എന്താ ഉണ്ടായിരുന്നത്? കുടുംബം കൂടെ ഉണ്ടായിരുന്നില്ല. ഭാര്യ നൂഹ് നബി അലൈഹി സ്വലാം പഠിപ്പിച്ച തൗഹീദ് സ്വീകരിക്കാൻ സന്നദ്ധരായില്ല. ആലോചിച്ച് നമ്മുടെ ഭാര്യ ദീനിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനായിട്ട് അതെ കാര്യം? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ കൻആനെ വിളിച്ചിട്ട്, മോനെ നീ കപ്പലിൽ കയറാ, കാഫിര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകില്ല, ഇവിടെ വല്ലാത്ത നാശം വരാൻ പോവാണ്. ഞാനില്ല നിങ്ങളെ കപ്പലിക്ക്. ആപ്പാന്റെ തോന്നിന്ന് കപ്പലിൽ ഇട്ട് പോയാൽ മതി, ഞാൻ വല്ല മരത്തിന്റെ മുകളിലും മലന്റെ മുകളിലൊക്കെ പോയി ഞാൻ രക്ഷപ്പെട്ടോളാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ അടുത്ത് വല്ലാത്ത വിഷമത്തോടെ മരിക്കുന്നതിന്റെ മുമ്പ് പോയിട്ട് പറഞ്ഞല്ലോ, മരിക്കണതിന്റെ 1 മിനിറ്റ് മുമ്പെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന, കുടുംബം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന മോഹം ഉണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുടുംബം ആദർശ രംഗത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ വഹി ഇങ്ങനെ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ, വഹി ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നബിനോട് പറയുന്നുണ്ട്, ആദ്യം ഫസ്റ്റത്തെ വഴവ് എവിടെ? നമ്മുടെ വീട്ടിൽ. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ സംസാര വിജ്ഞാനവേദി നടക്കാത്ത, അയൽക്കൂട്ടം നടക്കാത്ത വീട്ടുകാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. നമ്മളെ ഫസ്റ്റത്തെ ഡ്യൂട്ടി നമ്മളെ കുടുംബങ്ങളെ വിളിച്ചിട്ട് വിബോധനം കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം വരുന്ന വഹികളുടെ കൂട്ടത്തിൽപ്പെട്ട സൂറത്ത് ശുആറയിൽ കാണാൻ സാധിക്കും, നബിയേ താങ്കൾ താങ്കളുടെ കുടുംബങ്ങൾക്ക് താക്കീത് കൊടുക്ക്. നാട്ടിലേക്ക് രണ്ടാമത്തതാണ്, ഫസ്റ്റത്തെ വാണിംഗ് കുടുംബക്കാർക്ക്. എന്ത് ചെയ്ത്? സഫാക്കുന്നിന്റെ മോൾക്ക് മൊത്തം ടീമിനോട് വിളിച്ചു. നമ്മളിപ്പോ കുടുംബസംഗമം നോക്കുന്നത് അമ്മായിമാന്റെ ഒരു ഡാൻസ്, നാത്തൂരിന്റെ വക ഒരു ഡാൻസ്, വെല്ലിപ്പാന്റെ വക ഒരു കോൽക്കളിയൊക്കെ നടത്തിയിട്ട് കുടുംബസംഗമം തിരിച്ചിട്ടു. അതിന് വാല്യൂ വേണമെന്ന് പറഞ്ഞു നോക്കി, അത് വേണ്ട, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അത് ആ സമയത്ത് ഒരു ആർക്കും ഇഷ്ടമല്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബസംഗമം നടത്തുക എങ്ങനെ? സഫാക്കുന്നിന്റെ മോളിനെ വിളിച്ച് എല്ലാവരും വരാൻ പറഞ്ഞു. അന്ന് നബിതങ്ങൾ വിളിച്ചാൽ വരുമായിരുന്നു, ഇന്ന് നമ്മൾ വിളിച്ചാൽ വരുമോ എന്ന് ചിന്തിക്കണം. എന്തേ? നബി വിശ്വസ്തനായിരുന്നു, സത്യസന്ധനായിരുന്നു, പാവങ്ങളെ സഹായിക്കുന്നവനായിരുന്നു, അതിഥികളെ ബഹുമാനിക്കുന്നവനായിരുന്നു.
അല്ലമീൻ എന്ന് വിളിച്ചിരുന്നു നബിനെ. നമുക്ക് നാട്ടിൽ ചീത്തപ്പേരൊക്കെ ഉണ്ടാവും, നബി തങ്ങൾക്ക് നല്ല പേരെയും നാട്ടിൽ. നബി വിളിച്ചപ്പോഴൊക്കെ വന്നു, അവരോട് പറഞ്ഞു. അബൂലഹബിന്റെ മുമ്പിൽ, അബൂജഹലിന്റെ മുമ്പിൽ, ഉത്ബത്തിന്റെ മുമ്പിൽ നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ ഒരു ആരാധ്യനില്ല പറഞ്ഞു. സഭാക്കുന്ന് സാക്ഷിയാണ്. ഉടൻ എഴുന്നേറ്റ് നിന്നു. ഇതുവരെ അല്ലമീൻ എന്ന് വിളിച്ചിരുന്നവർ നാവുകൊണ്ട് തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതനാ. നിങ്ങളെ നാട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ വയലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നിർത്തി നോക്കി. നിങ്ങളെ ഗ്രൂപ്പ് നിങ്ങൾ ലെഫ്റ്റ് അടിപ്പിക്കും. നിങ്ങൾ എത്ര കൊലകൊമ്പനാണെങ്കിലും ഇതന്നെ അന്ന് നടന്നത്. ഇത് പറയാനാണോ മുഹമ്മദെ ഞങ്ങൾ വിളിച്ചെടുത്തിയത്? ഞങ്ങൾ ഇത്രയും കാലം ആരാധിച്ചു പോയിരുന്ന ആരാധ്യന്മാരൊക്കെ വേണ്ടെന്നാ ഈ പറയുന്നത്? ദേഷ്യപ്പെട്ടവര്, ഇറങ്ങിപ്പോയി അവര്. പക്ഷെ നിമിഷങ്ങൾ തന്റെ ബാധ്യത നിർവഹിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. വീണ്ടും ഇറങ്ങി, കുടുംബത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിബിധങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഏതാ നരകം? അലൈഹാ മലായിക വഖൂദുഹൻ നാസ് വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും കത്തിക്കുന്നതാണ് നരകം. സാധാരണ തീയിലേക്ക് വിറക് കൊണ്ടുപോയിട്ടാൽ അത് കത്തിക്കരിഞ്ഞ് വെണ്ണീരായി പോകും. നരകത്തിലേക്ക് കത്തിക്കാൻ പോണത് കല്ലാണ്, മരമുട്ടികളല്ല, മരക്കഷ്ണങ്ങളല്ല, കല്ലാണ് കത്തിക്കാൻ പോണത്. എന്താ കല്ലിന്റെ പ്രത്യേകത? കത്തിച്ചങ്ങനെ കത്തും, അത് വെണ്ണീരായി പോവില്ല. കത്തുന്നതിനനുസരിച്ച് സ്ട്രോങ് കൂടിക്കൂടി വരും. ആ കല്ലുകളും ഈ പച്ച ശരീരമുള്ള മനുഷ്യനെയുമാണ് നരകത്തിലിട്ട് കത്തിക്കാൻ പോകുന്നത്. അതിന്ന് നിന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ നോക്കിക്കോ. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അവിടെ മലക്കുകളുണ്ട്, മല്ലന്മാരായ ശക്തന്മാരായ മലക്കുകളാണ്. അള്ളാന്റെ കൽപ്പനക്ക് ധിക്കാരം തോന്നിക്കാത്ത, പറയാത്ത, ചെയ്യാത്തവരാ, പാപം തോന്നാത്തവരാ. സിമ്പതി തോന്നുന്നു, കുട്ടി പാവല്ലേ, വയസ്സായ ആളല്ലേ, അങ്ങനൊന്നും തോന്നാത്ത മല്ലന്മാരായ കഠിനന്മാരായ മലക്കുകളാണ് എന്റെ ജോലിക്ക് ചുമതല കൊടുക്കുന്നത്. ആ നരകത്തിന്റെ മുമ്പിൽ ഞാനും നമ്മളും നമ്മുടെ വാപ്പയും ഉമ്മയും കുടുംബങ്ങളും പെടാതിരിക്കണോ? അവരോട് ഹക്ക് പറഞ്ഞു കൊടുക്കണം, സത്യം പറഞ്ഞു കൊടുക്കണം, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം, ദീനുകൾക്ക് പറഞ്ഞു കൊടുക്കൽ നമ്മളെ പണിയാ. അവര് വേണമെങ്കിൽ ചെയ്താൽ മതി. വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ, എത്തിച്ചു കൊടുക്കലാണ് നമ്മുടെ പണി, പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ പണി. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തോന്നിയ പോലെ നടക്കാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പിടിക്കും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയാണ്, എങ്ങനെയാണ് കുടുംബത്തിനെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എന്താ ചെയ്യേണ്ടത്? തഅ്മുറുഹും ബിത്വാഅത്തില്ലാഹി വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, നിന്റെ കുടുംബത്തിനെ നീ തെറ്റുകൾ കാണുമ്പോൾ തെറ്റുകളിൽ നിന്ന് തടുക്കാൻ ശ്രമിക്കണം. നല്ല കാര്യങ്ങൾ കുടുംബത്തിൽ പോയി കൽപ്പിക്കണം. കുടുംബമാണ് ഒരു തോണിയാണ്. കുടുംബം എന്ന് പറഞ്ഞ ഒരു തോണിയാണ്. ആ തോണി ഇങ്ങനെ പോണെങ്കിൽ തോണിക്കകത്തുള്ളവരൊക്കെ നല്ല ഒരുപോലത്തെ മനസ്സുണ്ടായിരിക്കണം. ഒരാള് കടന്ന് 4 തുള്ളിച്ചാട്ടം ചാടിയാല് ഈ തോണി മറിയും. ബാപ്പ കള്ളും കുടിച്ച് വീടിയും വലിച്ച് കഞ്ചാവ് അടിച്ച് നടന്നാല് ഈ കുടുംബത്തിന്റെ തോണി മര്യാദക്ക് പോവില്ല. ഭാര്യ മോശപ്പെട്ട വേഷം ധരിച്ച് വീടും ശ്രദ്ധിക്കൂല, ഫോണും തോണ്ടി ഇരുന്ന് ഹക്കും പാത്തിലും ഇല്ലാതെ, നിസ്കാരവും ഇല്ല, കാര്യങ്ങളും ഇല്ലാതെ ഒരു വളരെ മോശപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടായാൽ ബാക്കിയുള്ളവരൊക്കെ നന്നായിക്കോട്ടെ, ഈ തോണി നല്ലപോലെ പോകില്ല. ഒരു മകള് വിചാരിച്ചാൽ മതി കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തും. ഒറ്റ മകള് വിചാരിച്ചാൽ മതി. മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ ഒരു 10 പേരിൽ 5 ആൾ എടുത്തോളിക്കുന്നത്. ആ 5-ന് ഞാൻ ഈ പറയുന്ന ആളെ ലിസ്റ്റിൽ പേരുണ്ടാവും. അത്രക്ക് പൈസ. ഈ അറ്റം മുതൽ ഈ അറ്റം, ആ മതിലിന്റെ അറ്റം വരേണ്ട അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കയറി ചെല്ലുന്ന റൂമിന്റെ ഏരിയ അത്രക്ക് വിശാലമായ വീടാണ്. വീടിന്റെ മൂലയിൽ ഒരു ടേബിളിൽ ഇരുന്ന് അയാൾ ഒരു കുട്ടിയെ പോലെ ഇരുന്ന് കരയാൻ തുടങ്ങി. എന്താണ് പ്രശ്നം? എന്താ കരയുന്നു? അതെ, എന്റെ മലപ്പുറത്തുള്ള ബിസിനസ് മൊത്തം പൊളിഞ്ഞു പോയാൽ ഞാൻ കരയില്ലായിരുന്നു.
എന്റെ വീട് പൊളിഞ്ഞു പോയാൽ ഞാൻ കാര്യമില്ല, അതൊക്കെ ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് വഴികളുണ്ട്. പക്ഷെ എൻ്റെ മകൾ ഒരുത്തി ചെയ്തത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് പൈസ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയ ഒന്നല്ല. കുറെ കോടികൾ ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. 6 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിൽ ഒരു മാഷും ഒരു ടീച്ചറും ഒരു മോളും. ആ മോളാണ് ആ സമ്പാദ്യത്തിൽ. 6 ഏക്കർ ഭൂമിയിലാണ് ആ വീട് നിൽക്കുന്നത്. വീടിന്റെ ബാക്ക് മൊത്തം സ്ഥലം സൈക്കിളാണ് സ്ഥലം. മകൾ ഇറങ്ങിയത് പോയി. മകൾ ഇറങ്ങിപ്പോയത് ആരെ കൂടെ എന്നറിയോ? ഇവിടെ എന്താ പറയാന്നറിയില്ല, മണ്ണാത്തി ജോലികൾ ചെയ്യുന്ന മൺപാത്രങ്ങൾ വിൽക്കുന്ന ആളെ കൂടെ ഇറങ്ങിയത് പോയി. എന്നിട്ട് പിന്നെ കാണുന്നത് എടപ്പാൾ അങ്ങാടിയിലും മൺപാത്രം വെക്കുന്ന ഒരു ചെറിയ നാടോടി പെണ്ണിന്റെ കോലത്തിലാണ് പെണ്ണെ കാണുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കണം എന്താ, അതൊക്കെ അവിടെയാണ്, അതൊക്കെ മറ്റോടത്താണ്, അതൊക്കെ വേറെ എവിടെയൊക്കെയാണ്. ഞാൻ പറയാം, ഇവിടെയാണ് മനുഷ്യൻ പറയാം, നിന്റെ കുടുംബത്തിൽ തിന്മകൾ കാണുമ്പോൾ നീ അത് തടുക്കണം, നല്ല കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് കൽപ്പിക്കണം. ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എങ്ങനെയാണ് കുടുംബത്തിനെ രക്ഷിക്കേണ്ടത്? അമാഹ്മാലുൽ ഔലാദി ഫദററുൻ കസീറുൻ ഖതറുഹു ഖതീർ. കുട്ടികളെ പരിഗണിക്കണം. അത് കുട്ടിയല്ലേ, അതൊരു പുകയല്ലേ, അത് ചുണ്ടിലൊരു ചെറിയ ഹാൻസ് അല്ലേ, അതൊരു 5 ദിവസത്തെ ടൂറല്ലേ, എന്തിനും പെർമിഷൻ, ഒരു തിരുത്തലില്ല. മുടി എങ്ങനെ വേണമെങ്കിലും വെട്ടാം, ഒരു പ്രശ്നമില്ല. ലൈസൻസ് ഉണ്ടോ ഇല്ലെന്ന് വിഷയമല്ല. വണ്ടിക്ക് വണ്ടി, പൈസക്ക് പൈസ, എന്തിനും സ്വതന്ത്രം. നിന്റെ മക്കളെ പരിഗണിക്കണം. പാടില്ലാത്തിടത്ത് നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മക്കൾക്ക് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. ഇല്ലെങ്കിൽ മാരകമായ അപകടമാണ് കാത്തിരിക്കാൻ പോകുന്നത്. മക്കൾ അപകടകരമായ ദാരുണാന്ത്യ നരകത്തിലേക്ക് എത്തിപ്പെടാൻ നീ തന്നെ കാരണക്കാരനാണ്. കുഴപ്പമില്ലേ? വാപ്പ ഖത്തറിൽ ജോലി അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഒരു മകളുണ്ട്. മൂത്ത മകൾക്ക് ഖത്തറിൽ നിന്ന് മരുഭൂമിയിലെ പ്രവാസിയായി ജീവിച്ച മനുഷ്യനൊരു മൊബൈൽ ഫോൺ കൊടുത്തു. ഭാര്യ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ നേഴ്സ്. പൈസക്കൊന്നും പ്രശ്നമില്ല. നമുക്ക് ഒരു റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഒറ്റയിട്ട രാവിലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി തുറന്നു വെച്ച ഖുർആൻ പോലും അടച്ചു വെക്കാതെ അപ്പുറത്തെ വീട്ടിൽ അശോകന്റെ കൂടെ ഇറങ്ങിപ്പോയി. അദ്ദേഹം മദീനയിൽ ഉംറക്ക് പോയിട്ട് ഞങ്ങൾ സിയാറത്തിന് പോയപ്പോ മദീന പള്ളിന്റെ പുറത്തുള്ള ബിൽഡിങ്ങിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് 15 മിനിറ്റ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടെന്ന് പറഞ്ഞത് ഇന്നൊക്കെ മറക്കാൻ പറ്റാത്തത്. മനുഷ്യനോട് പറഞ്ഞത്, അതെ, ഞാൻ മേടിച്ചു കൊടുത്ത മൊബൈൽ കൊണ്ടാണ് ഓൾ ആ ചെക്കനുമായി ചാറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയത്. ആ കരച്ചിലൊന്നേ മാറൂല. എന്നിട്ട് കുഴപ്പമില്ലെന്ന് ഓള് വേറെ 10-15 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ എനിക്ക് കാണണ്ടിന്നില്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും ചെയ്ത് കറങ്ങി ആ വീട് ഇങ്ങനെ കാണണം. എന്റെ നെഞ്ച് പിടക്കാൻ നിർത്തുന്നത്. ഇത് ദിവസം ഇങ്ങനെ കാണാണ്. മകളുടെ മനം മാറ്റത്തിന് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ മാറാൻ? മനുഷ്യർ എത്ര നന്ദി കെട്ടവരാണെന്നുള്ളതിന്റെ ശക്തമായ തെളിവും ഉദാഹരണമാണ് പറഞ്ഞത്. 3-4 കുട്ടികളുടെ ഉമ്മമാര് ഒരൊറ്റ മിസ് കോൾ വന്നിട്ട് പരിചയപ്പെട്ടതിന്റെ പേരിൽ ഇറങ്ങിയിട്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കാമുകനെ കാണാൻ വേണ്ടി വരെ 4 കുട്ടികളുടെ ഉമ്മ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോ കാമുകനെ കാണാനില്ല. തെരഞ്ഞു പിടിച്ചു നോക്കുമ്പോ ഏതോ ഒരു വയസ്സൻ കാക്കയുടെ ഫോട്ടോസ്, ദുൽഖർ സൽമാന്റെ ഫോട്ടോ ഇട്ടിരുന്നത്. ഇത് കണ്ടിട്ട് താത്ത ഇറങ്ങിപ്പോയി നിൽക്കാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് ആളെ കാണാനല്ല. പോലീസ് സ്റ്റേഷനിൽ ആളെ വിളിച്ചു വരുത്തി കണ്ടു നോക്കുമ്പോൾ ഒരു വയസ്സായ ചെങ്ങായാണ്. എന്തൊരു ദുരഭിമാനമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ട്. കുടുംബത്തിന് ശ്രദ്ധിക്കാൻ എന്ന് പറഞ്ഞാൽ അവരിൽ കാണുന്ന കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കലാണ് വലിയ പ്രധാനം. ഇനി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ജനങ്ങൾ കുടുംബത്തോട് നല്ലത് പറഞ്ഞു കൊടുക്കണം. വൻഹൗഹും അനിൽ മുൻകരി, തെറ്റ് കാണുമ്പോൾ തടുക്കണം. വലാ തളഊഹും ഹമലാ, അവരെ അവഗണിച്ച് തള്ളരുത്. ചെയ്യണോര് ചെയ്തോട്ടെ, അതിന്റെ കുട്ടിയല്ല. അതിപ്പോ ഭാര്യനോടൊപ്പം എന്താ ഞാൻ പറയുന്നത്? അതിപ്പോ ഞാൻ എന്തിനാ അതൊക്കെ ഇടപെടാൻ പോകണം? അതൊക്കെ ഓലെ സ്വാതന്ത്ര്യമില്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ കയറുകയുള്ളൂ.
ഞാൻ ഇപ്പോഴത്തെ ഒരു യാത്ര കോഴിക്കോട് കൂടെ രാവിലെ പുലർച്ചെ 2 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ കോഴിക്കോട് അങ്ങാടി കൂടെ ഇങ്ങനെ പോകും. അന്തരം പോവുക. 15 വയസ്സ് 16 വയസ്സ് 20 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ പിടിച്ചിരിക്കുന്ന വാപ്പില്ലേ, പേരിന് തലയിലൊക്കെ ഷാളൊക്കെ നടക്കുന്നുണ്ട്. പുലർച്ചെ 2 മണിക്കാണ്. ഇവർക്കൊന്നും നാഥനില്ലേ? ഇവർക്കൊന്നും അന്വേഷിക്കാൻ ആളില്ലേ? ഈ ആലോചിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ കുടുംബത്തിനെ അവഗണിച്ച് ഒന്നും മൈൻഡ് ചെയ്യാതെ വിടരുത്. അവർ നരകത്തിന്റെ വിറകായി ആ കാരണം കൊണ്ട് മാറും. ആ നരകത്തിനകത്തേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ഈ തൊലി മുഴുവൻ വീണ്ടും വെന്തിരിക്കും. പിന്നീട് പുതിയ തൊലി കൊടുക്കും. ശിക്ഷ ഇങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തൊലി ഇങ്ങനെ മാറി മാറി വരും. 42 മുഴം തൊലി കനമുള്ളതാ, അണപ്പല്ല് ജബലുഹുദോളം സാമ്യമുള്ളതാ. 42 മുഴം തൊലിക്ക് കട്ടി തന്നിട്ടാണ് നരകത്തിലിടുന്നത്. അത് വെന്ത് കരിഞ്ഞാൽ പുതിയ തൊലി തരും. സാധാരണ തീ എന്ന് പറഞ്ഞ ആളി കത്തി 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 കുറച്ചു കഴിഞ്ഞാൽ കെട്ടുപോകും. നരകത്തിന്റെ തീയ് എപ്പോഴെങ്കിലും 1% അത് കുറഞ്ഞാൽ അല്ലാഹു അതിനെ വീണ്ടും വീണ്ടും ആളി കത്തിക്കും. ഏതെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹാള്, ഒരു ഓഡിറ്റോറിയം, ഒരു കൺവെൻഷൻ സെന്റർ, അതിൽ ഇത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ പറയും ഉള്ളത് പോകണ്ടോ, അവിടെ ഫുള്ളായിരിക്കും. നരകത്തിനോട് ചോദിക്കും, നരകമേ നീ നിറഞ്ഞോ, ഫുള്ളായോ? നരകം പറയുമ്പോ എത്രണ്ടെങ്കിലും വന്നോട്ടെ, അറിയൂല. അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. 19 മലക്കുകളുടെ കാവലിലാണ് ആ നരകം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തോട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല, ചോറ് കൊടുക്കുമ്പോ, ഭക്ഷണം കൊടുക്കുമ്പോ, വസ്ത്രം കൊടുക്കുമ്പോ, വീട് വെച്ചു കൊടുത്തപ്പോ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഈ കാരണം കൊണ്ട് എന്റെ കുടുംബം നരകത്തിൽ പോകരുത്. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട പണിയാണ്. അതുകൊണ്ടാണ് മഹതിയായ ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ ഫിറഔന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിട്ട് പറഞ്ഞത്, കൊട്ടാരക്ക് വേണ്ട, എനിക്ക് സ്വർഗ്ഗം മതി. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലി. റബ്ബേ, എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു മാളിക തന്നാ മതി, സ്വർഗ്ഗത്തിൽ ഒരു ചെറിയ സ്പേസ്. ഇവിടുത്തെ കൊട്ടാരം എനിക്ക് വേണ്ട. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നേടാൻ വേണ്ടിയുള്ള പണിയെടുക്കണം. നരകത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള ലക്ഷ്യമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അറിവുണ്ടാക്കണം, ചിട്ടകൾ ഉണ്ടാവണം, ഹലാലും ഹറാമും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഉലമാക്കന്മാര് പറയാറുണ്ട്, ഇണകൾ എന്ന രൂപത്തിൽ കൃത്യമായ നിലപാടുണ്ടാവണം. ഞാൻ എല്ലാ ഭാഗവും വിശദീകരിക്കുന്നില്ല, പ്രധാനപ്പെട്ട ഏലങ്കോട് പറയേണ്ട കാര്യം മാത്രമേ എന്നോട് പറയുള്ളൂ. ഇണകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടുത്തെ ഒരു കൾച്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത്. ഒറ്റനോട്ടത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില പ്രദേശങ്ങളിൽ ചെന്നാൽ, ചില ഗ്രാമീണ സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ അവിടുത്തെ ആളുകൾ, പ്രായമായ ആളുകൾ, വയലിൽ ചെല്ലുമ്പോൾ തന്നെ പ്രായമായ ആളുകൾ വന്ന് കൈത് അവിടുത്തെ നാട്ടിലത്തെ അന്തരീക്ഷം ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇണകൾ എന്ന രൂപത്തിൽ നമുക്കൊരു പക്ഷെ നല്ല വീടുണ്ടാവും, ഭർത്താവിന് നല്ല ഗൾഫ് ജോലി ഉണ്ടാവും, നമ്മളെ മക്കൾ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉള്ളിന്റെ ഉള്ളിൽ മനസ്സറിഞ്ഞ നല്ലൊരു ദാമ്പത്യ ജീവിതം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭാര്യനോട്, ഭർത്താവിനോട് രണ്ടാളും പരസ്പരം ചോദിക്കണം. ബാക്കിയെല്ലാം ഉണ്ടാവും, കാണുന്നവർക്കൊക്കെ ഭയങ്കര സെറ്റപ്പ് ഉണ്ടാവും. നമ്മളടുത്ത് വന്ന കൗൺസിലിംഗ് കേസിലെ കുടുംബം ഒരിക്കലും അവര് ഒരു പ്രതിസന്ധിന്റെ മുമ്പിലാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു, ശരി നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് അവർ വന്നു. ഇത് പറയാണ്, വളാഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണൂർ ടൗൺ പോലത്തെ ഒരു ടൗൺ. വളാഞ്ചേരി ടൗണിൽ 1.5 കോടിയുടെ സ്വത്തിന്റെ ഉടമകളാണ് ഞങ്ങൾ. സ്ഥലം കിടക്കുന്നുണ്ട്, പക്ഷേ ആ സ്ഥലത്ത് നിന്ന് ഒരു പൊട്ടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ സ്ഥലത്തിന്റെ അവകാശികളിൽ ഒരാൾ ഒപ്പിടണം. അയാൾ ജന്മണ്ടെങ്കിൽ ഒപ്പിട്ട് തരില്ല.
സ്വന്തം ജ്യേഷ്ഠന്മാർക്കും അനിയന്മാർക്കും ഒക്കെ കിട്ടാനുള്ളത് തന്നെയാണ്. ഇനി അയാളിൽ ഒപ്പ് വേണം, അയാൾ ഒപ്പിട്ട് തരില്ല. 1.5 കോടിയുടെ സ്വത്തിനെ കടന്ന് നശിച്ച് കിടക്കുക. പല അവകാശികളും മരിച്ചുപോയി, കിട്ടിയില്ല. നമ്മൾ പറയില്ലേ, ഭയങ്കര പൈസക്കാരനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ. ദാമ്പത്യത്തിൽ ഇണകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ നരക ജീവിതം എന്നൊക്കെ പറഞ്ഞ പോലെ ആ വീട്ടിലേക്ക് കയറി വരുന്നത് മാനസികമായി സംഘർഷം ഉണ്ടാകും. ഒരു ഭാര്യക്ക് വീട്ടിലൊരു സമാധാനം വെച്ചെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് സിസ്റ്റം കൊണ്ടുവന്നില്ല, എത്ര AC കൊണ്ടുപോയി ഫിറ്റ് ചെയ്താലും ആ പെണ്ണിനെ ആ വീട്ടിൽ സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിൽ വേറെ അവിടുത്തെ വെറുതെ. ഒരു ഭർത്താവിന് വീട്ടിലേക്ക് കയറി വന്നൊരു ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട മനസ്സംതൃപ്തി, മനസ്സന്തോഷം കാണുമ്പോഴുണ്ട് ഒരു സുഗന്ധം. ആ കൊടുക്കുന്ന പച്ചവെള്ളത്തിന് പോലും ഒരു ഗന്ധമുണ്ട്. അത് കിട്ടാതെ ആയാൽ പിന്നെ ആ വീട് കുടുംബം കാണുന്ന ഭംഗി വെറുതെയാണ്. ഇവിടെയാണ് ഇണകൾ എന്ന നിലക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉലമാക്കന്മാര് പറയാറുള്ളത് സ്ത്രീകൾ ശ്രദ്ധിക്കണം. എന്നോട് ദേഷ്യം പഠിക്കുമ്പോൾ അവർക്കുള്ളത് ഞാൻ വേറെ പറയുന്നുണ്ട്. ആദ്യം നിൽക്കുന്നത് ഒരു സ്ത്രീ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവൾ ആ വീടിന്റെ കാവൽക്കാരിയാണ്. നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവില്ല, നമുക്ക് കഴിയില്ല. വീടിന്റെ നായകത്വ രാജ്ഞിയാണോള്. വീട്ടിൽ പോലും നിങ്ങളെ ഭാര്യമാരിന്ന് വന്നിട്ട് ഓളോട് പോയി പറയണം, ഈ വീട്ടിലെ രാജ്ഞിയാണ്, ഇനി എന്താ വേണ്ടത്? രാജ്ഞി എന്താ ചെയ്യേണ്ടത്? മാപ്പിളനെ രാജാവായിട്ട് കാണുന്നു. അടിമയാക്കി കൊണ്ടുവന്നാല് ഇതൊരു അടിമന്റെ ഭാര്യ മാത്രം. മൂപ്പരം ഒന്നങ്ങോട്ട് പൊക്കി ചെറിയൊരു റെസ്പെക്ട് ഒക്കെ കൊടുത്ത് ഒന്നനുസരിച്ച് ഒന്നോട് സ്നേഹിച്ച് ജീവിച്ചാല് ഒരു രാജ്ഞിയെ പോലെ നമുക്ക് ആ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. എന്തുകൊണ്ടാണ് ഭർത്താക്കന്മാര് രാത്രി 12 മണിക്കും 1 മണിക്കും കടത്തിണ്ണകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, അങ്ങാടിയിൽ വെറുതെ സിഗരറ്റ് വലിച്ചിരിക്കുന്നത്? നമ്മൾ ചോദിക്കും, അല്ല വീട്ടിൽ പോയില്ലേ? എന്താ അവിടെ പോയിട്ട്? ഇത് ഭാര്യമാര് എന്റെ അടുത്ത് പരാതി പറഞ്ഞു വരുന്ന ഭാര്യമാരോട് തിരിച്ചേറ്റിട്ടുണ്ട്. ഉറപ്പിച്ചോളി, ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുന്നുണ്ടോ, അവിടെ പ്രശ്നം ഭാര്യക്കാണ്. ഒരു ഭർത്താവ് ഭാര്യനെ കുറിച്ച് പരാതി പറയുന്നുണ്ടോ, അവിടെ പ്രശ്നം ഭർത്താവിനാണ്. എന്റെ ഭാര്യ എന്നെ കുറിച്ച് പരാതി പറയുന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള കാരണങ്ങളെ കുറിച്ച് അവളെ തിരഞ്ഞന്വേഷിക്കാൻ മതി. അവിടെ ഒരു പെണ്ണിന് അവൾ ഒരു ഭർത്താവിന് കൊടുക്കേണ്ടുന്ന രൂപത്തിലുള്ള പരിഗണന കൊടുക്കുന്ന ഒരു ഭർത്താവുണ്ടല്ലോ, അയാൾ എന്തൊക്കെ വീട്ടിലെത്താൻ നോക്കും, കുടുംബത്തിലെത്താൻ ശ്രമിക്കും, ഇടക്കിടക്ക് ഫോൺ വിളിക്കും. എന്റെ കാരണം അയാളും വീടും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനായി മാറും. ഈ ഒരു അവസ്ഥ നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കാതെ പോകുമ്പോണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പെണ്ണിന് സ്വർഗം കിട്ടണോ, അവൾ അനുസരണയുള്ള ഒരു ഭാര്യ. നിസ്കരിക്കാൻ പറഞ്ഞു, നോമ്പ് നോക്കാൻ പറഞ്ഞു, ഭർത്താവിനെ അനുസരിച്ചാൽ, ലൈംഗിക വിശുദ്ധി സൂക്ഷിച്ചാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇതൊരു വല്ലാത്ത ഘടകമാണ്. തന്റെ ഭർത്താവിന് അയാൾ ജോലി ഉണ്ടോ ജോലിയില്ലേ വിഷയമല്ല, കറുത്തോനോ വെളുത്തോനോ പ്രശ്നമല്ല. നമ്മെ മഹർ നൽകി നമ്മെ വിവാഹം ചെയ്ത ഒരു ഭർത്താവുണ്ടോ, ആ മനുഷ്യനെ അനുസരിക്കുക എന്നത് പ്രാധാന്യമുള്ള കാര്യമാണ്. അതിന് എത്ര നമ്മൾ മടി കാണിക്കുന്നോ അത്രയും ആ മനുഷ്യൻ നമ്മളെ വെറുത്തുകൊണ്ടിരിക്കും. പിന്നെ തല്ലുകൂടാൻ തുടങ്ങും, പിന്നെ വഴക്കിടാൻ തുടങ്ങും. അനുസരിക്കാൻ നമുക്ക് കഴിയാം. മാത്രമല്ല, നമ്മൾ മരിക്കുമ്പോൾ ഒരു പെണ്ണ് അവൾ മരിക്കുമ്പോ വാപ്പാക്ക് നല്ല ഇഷ്ടമാണ്, നാട്ടുകാർക്ക് നല്ല ഇഷ്ടമാണ്, ഉസ്താദിന് ഭയങ്കര അഭിപ്രായമാണ്. ഒരു പെണ്ണ് മരിക്കുമ്പോ ഭർത്താവ് അവളെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവൾ സ്വർഗത്തിലാണ്. ഭർത്താവ് ഭാര്യ മരിച്ചതിന് ശേഷം ഭർത്താവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സങ്കടം മണപൊട്ടി ഒഴുകുന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ഹാപ്പി ആയിരുന്നു അവിടെ കൊണ്ടുവന്നതിന്റെ അർത്ഥം. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി പറയാണ്, അന്ന് രാത്രി മുതൽ തൊട്ടടുത്ത ദിവസങ്ങൾ വരെ വീടിന്റെ മൂലയിൽ ഇരുന്ന് രാത്രിയിൽ ഇരുട്ടിൽ ഒരാളും അറിയാതെ ഒരു പിഞ്ചു കുട്ടിയെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് ഞാൻ കണ്ടു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോ
പിന്നീടുണ്ടായ ജീവിതത്തിൽ ചോദിക്കണ്ടായി, നിങ്ങൾ ഇടക്കിടക്ക് ഖദീജ ബീവിന്റെ പേര് പറയുന്നുണ്ടല്ലോ, കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഇടക്കിടക്ക് ഖദീജ ബീവിന്റെ മഹത്വം പറയുന്നുണ്ടല്ലോ, എന്തത്ര കാരണം? ഖദീജ എനിക്ക് സ്നേഹം തന്നു. നമ്മൾ കൊടുക്കേണ്ടത് ഇതാണ്. ചോറ് മോശാവാം, വീട്ടിലെ കാര്യങ്ങൾ മോശാവാം, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ കുട്ടികൾ എന്ന ചിന്തയിൽ നിന്ന് ആദ്യം മുതലെടുക്കണം. ഞാൻ അവർക്ക് കൊടുക്കേണ്ടത് സ്നേഹമാണ്. ചീത്ത അറിയാ, വഴക്കിടുക, പരാതി പറയാ, കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, ഇൻസൾട്ട് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ പണി. ഖദീജ ബീവിയെ പറ്റി പറഞ്ഞു, എന്നെ സ്നേഹിച്ചു, എനിക്ക് മക്കളെ തന്നു, ഞാൻ കുടുങ്ങിയപ്പോ എന്നെ സഹായിച്ചു. നമ്മുടെ ഭാര്യന്റെ ഒക്കെ ഒരു അരപ്പൊട്ട് സ്വർണ്ണെങ്ങാനും മേടിച്ചോ, ഖിയാമത്ത് നാൾ വരെ പിന്നെ അതിന്റെ പേരിലായിരിക്കും ആകെ വഴക്ക്. ഒരു മാസമായിട്ട് ഒരു കുടുംബകേസിലാണ്. കുടുംബകേസിൽ എന്താ, ഒരു ഭാര്യ ഓളെ ഉമ്മാന്റെ സ്വർണ്ണം ഒരു 2 പവൻ സ്വർണ്ണം മാപ്പിൾക്ക് കൊടുത്തു, നമ്മളോട് കടങ്ങൾ വീട്ടിൽ കൂടി പറഞ്ഞിട്ട്. ഇപ്പോൾ വന്നിട്ട് പരാതിയാണ്, മുപ്പരാ സ്വർണം തന്നില്ല, പിന്നെ അതിന്റെ പൈസ തന്നില്ല, അത് തിരിച്ചന്നില്ല, 6 മാസമായി 8 മാസമായി ഇങ്ങനെ. തന്റെ കുടുങ്ങിയ ഘട്ടത്തിൽ തന്റെ ഭർത്താവ് എന്ന നിലക്ക് ആ മനുഷ്യനെ സഹായിച്ചു ഖദീജ റളിയല്ലാഹു അൻഹ. ആദർശവുമായി കടന്നു വന്നപ്പോ ആദർശം സ്വീകരിച്ചു, ഭർത്താവിന്റെ ആദർശത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതങ്ങ് സ്വീകരിച്ചു. ആദർശ രംഗത്ത് ബഹിഷ്കരണം വന്നു. ശഅബ് അബീ താലിബ് കുന്നിന്റെ മുകളിൽ പോയിട്ട് പച്ചില തന്ന് ജീവിക്കേണ്ടി വന്നു. നിലവിലുള്ള വീട് വിറ്റിട്ട് നമ്മൾ വാടക വീട്ടിൽ പോകേണ്ടി വന്ന എന്തെങ്കിലും നമ്മളെ ഭാര്യന്റെ മുഖം, ഉള്ള സ്വഭാവം പിന്നെ എങ്ങനെ ഉണ്ടാവും? ആ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി, നല്ല വീടുണ്ടായിരുന്നു ഖദീജ ബീവിക്ക്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശഅബ് അബീ താലിബ് കുന്നിന്റെ മുകളിൽ പോയിട്ട് പച്ചില തിന്നിട്ട് ജീവിച്ചു 3 കൊല്ലം. അതുകൊണ്ട് എനിക്ക് ഖദീജയെ മറക്കാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരെ, ഈ രൂപത്തിലെ ദറജയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭർത്താവിൽ നിന്ന് ഒട്ടനേകം സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. വീട്ടിലെ എന്ത് ജോലി ചെയ്യുമ്പോഴും അള്ളാന്റെ നേരത്തെ പറഞ്ഞില്ലേ, ഇഖ്ലാസ് വേണം. ഇതെങ്ങനെ രാവിലെ നീറ്റാ തുടങ്ങും, എന്താണ് ഞാൻ ഒറ്റക്കാണ് ഇവിടെ എല്ലാ ജോലിയും ചെയ്യുന്നത്, കുറെ അടക്കാണ്ട് കുറെ കഴുകാണ്ട്, മൂപ്പർക്കൊന്നും ചിന്തിക്കാതെ രാവിലെ പോയാൽ മതി, ഞാനാണ് എല്ലാ പണിക്കും, ഇങ്ങനെ പറഞ്ഞിട്ട് ആണ് ജോലി ചെയ്യാ. അതുകൊണ്ട് കൂലി പോയി, പണി കുറെ നടന്നിട്ടുണ്ട്, എന്റെ കൂലിയില്ല. കൂലി കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ എന്റെ കുടുംബജീവിതത്തിന്റെ ഭാഗമാണ്, ഞാൻ ബിസ്മില്ലാ ചൊല്ലിയിട്ടാണ് വൃത്തിയാക്കാൻ തുടങ്ങിയാൽ കൂലിയാണ്. എന്റെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്താൽ കൂലിയാണ്, എന്റെ മാപ്പിളിന്റെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുത്താൽ എനിക്ക് കൂലിയാണ്. നമ്മുടെ ജിഹാദ് ഇവിടെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മളെ കുറെ കൂലി പോകുന്നുണ്ടാവും. മക്കളെ വേണ്ടുന്നത് പോലെ പരിചരിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഭർത്താവിന്റെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. അയാൾ എല്ലാ തോന്നിവാസങ്ങളിൽ പോയി ചാടുന്നുണ്ടോ? ഒരു ഭാരം നൽകി നമ്മൾ പൊഴിയാൻ പാടില്ല. വേണ്ടാത്തരങ്ങൾ എന്തെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. ദീനിയായ ഭാര്യമാരുണ്ട്, ദീനിയായ ഭർത്താക്കന്മാരില്ലെങ്കിൽ പ്രയാസമായിരിക്കും. ക്ലാസ്സിന് വിടൂല, നമുക്ക് വലുതാക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ സമ്മതിക്കൂല, മഫ്ത് ചെയ്യാൻ ഒരുപാട് പേര് പരാതി പറയും. ദീനിയായ ഒരു ഭർത്താവ് നമുക്കുണ്ടാകണമെന്ന ബോധം നമുക്കുണ്ടാവണം. കുടുംബ സമേതം ഖുർആൻ ക്ലാസ്സുകളിലേക്ക്, വിജ്ഞാന സദസ്സുകളിലേക്ക് നമ്മൾ വന്നു. നമ്മൾ എത്ര ഭാര്യമാരവിടെ, എത്ര ഭർത്താക്കന്മാർ ഇവിടെ ചിന്തിച്ചാൽ മതി. അടുത്ത ക്ലാസ് മുതൽ ചിന്തിക്കേണ്ടത്, നമ്മൾ വണ്ടി വിളിച്ച് കുടുംബത്തോടെ നമ്മളാ ബൈക്കിൽ നിസ്കരിക്കാൻ പോകുക, എന്നിട്ട് നമ്മളോട് കയറിയിരിക്കുന്ന അവസ്ഥക്ക് പകരം മൊത്തം ടീമിനെ കൊണ്ടുവരും. അപ്പൊ ഈ ഒരു സദസ്സില് 8ാം ക്ലാസ്സുകാരില്ല, അതില്ല, കുട്ടികളാകെ 2 കുട്ടികൾ 3 കുട്ടികളുള്ളൂ. അവിടെ ഇല്ല 10ാം ക്ലാസ്സുകാരില്ല, +2കാരില്ല. ഓർക്ക് എന്നാ ക്ലാസ് കിട്ടുക? ഇത് 1 മണി കേൾക്കേണ്ടതായിരുന്നു. എന്നിട്ട് നമ്മൾ പറയും കുട്ടി കഴിച്ചോ, കുട്ടിനെ കൊണ്ട് ഒരു ഉപകാരമില്ല, ഇങ്ങനെ കൗൺസിലിംഗ് ഇങ്ങനെ നടക്കുക. അത് കിട്ടുന്നതിന്റെ മുമ്പ്, അത് എത്തുന്നതിന്റെ മുമ്പുള്ള പണിയായിരുന്നു. അവർക്ക് ചില ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ കിട്ടണം. 4ാമത്തെ കാര്യം, വീട് അടിപൊളിയാക്കണം. നമ്മളെല്ലാം ശ്രദ്ധിക്കുക. ഭർത്താക്കന്മാരുടെ റോള് കറക്റ്റായി ചെയ്താൽ വീട് അടിപൊളിയാവും. എന്താ ഭർത്താക്കന്മാര് ചെയ്യേണ്ടത്? വീട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, വേണമല്ലോ, വേണം. നിന്റെ ഭാര്യന്റെ മുഖത്തയക്കരുത്. ദേഷ്യം വരും, നമുക്കുണ്ടല്ലോ കുറച്ച് ദേഷ്യം പാടില്ല. പരമാവധി കൺട്രോൾ ചെയ്യേണ്ട, നമ്മുടെ ഏറ്റവും മികച്ച പേഴ്സണാലിറ്റി കാണിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ വീട്. അത് നാട്ടിൽ അടിപൊളി സുജായിയാണ്, പള്ളിയിൽ അടിപൊളിയാണ്, കമ്മിറ്റിയിൽ അടിപൊളിയാണ്, പ്രസ്ഥാനത്തിൽ അടിപൊളിയാണ്. വീട്ടിൽ ചെന്ന ഭാര്യ വെക്കും, ആ മൂപ്പര മീറ്റിംഗ്, മൂപ്പരല്ലേ എന്ന് പറയുന്നത് നമ്മളെ പറ്റിയിട്ടെങ്കിൽ നമ്മൾ മോശം. ഓള് സമ്മതിക്കണം, ഓളെ സർട്ടിഫിക്കറ്റ് നല്ലൊരു മനുഷ്യൻ.
അങ്ങനെ സമ്മതിച്ചു തരുന്ന ഒട്ടനേകം ആൾക്കാരുണ്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷം എനിക്ക് വേറെ കല്യാണം വേണ്ട പറഞ്ഞ ആൾക്കാർ. അതൊരു ഭർത്താവിൽ നിന്ന് ആ പെണ്ണ് നേടിയെടുത്തൊരു വല്ലാത്തൊരു അനുഭൂതി. അത് എനിക്ക് വേറൊരാളെ സ്വീകരിക്കാൻ കഴിയില്ല. എത്ര പേരുണ്ട് 21 വയസ്സിൽ ഭർത്താവ് മരിച്ചിട്ട് കുട്ടികളുമായി ജീവിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹം വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. 8 കൊല്ലത്തെ ദാമ്പത്യം ഉണ്ടായിരുന്നു, എനിക്കത് മതി. ഒരു ഭർത്താവ് എത്ര മാന്യനാകുന്നോ ഒരു പെണ്ണ് അത്ര സന്തോഷിക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം. മലപ്പുറത്തുനിന്ന് ഒരു കുടുംബം എന്നെ വിളിച്ചു ചോദിച്ചു, സാറേ എന്റെ ഭർത്താവ് ഇടക്ക് നാട്ടിൽ വരും, 1-2 ദിവസം വരുള്ളൂ. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, വാടക തരുന്നില്ല, ആശുപത്രി പോകാൻ പൈസ ഒന്നുമില്ല. അയാൾ വരുമ്പോ ഒരു ബാഗിൽ ജോലിയാണ്, മാർക്കറ്റിൽ കച്ചവടം, പൈസ കിട്ടുകയും ആ ബാഗിൽ നിന്ന് ഞാൻ 500 രൂപ എടുത്താൽ എനിക്ക് കുറ്റം കിട്ടുമെന്ന് ചോദിച്ചു. ഭക്ഷണത്തിന് പൈസ കൊടുക്കുന്നില്ല, വാടക തരുന്നില്ല, ചികിത്സക്കാരുടെ പൈസ തരുന്നില്ല, മൂപ്പരെ കയ്യിൽ നിന്ന് എന്തായാലും കിട്ടൂല. മൂപ്പര് ബാത്റൂം പോകുമ്പോഴോ പ്രസവമാണോ ഇടയ്ക്കൂടെ 500 നോട്ടുകൾ വലിച്ചാൽ എനിക്ക് കുറ്റം കിട്ടുമെന്ന് ചോദിക്കുന്നത്. അതിലൊരു പേരും പോയിക്കല്ല, ഒരു കുറ്റം കിട്ടാൻ അയാൾ ചെയ്യേണ്ട ഹക്കായ ബാധ്യതയാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ അത് എടുക്കാതെ മാറില്ല. ഇത്ര കൊടുസാക്കി മാറ്റുന്ന ഒരു കുടുംബജീവിതം. ചിലർക്ക് നാട്ടുകാർക്ക് മൊത്തം വാരിക്കോരി കൊടുക്കും, കുടുംബത്തിനെ പരിഗണിക്കാതെ പോകുന്ന ആൾക്കാർ, ഭാര്യനോട് മേക്കെട്ട് കയറുന്ന സ്വഭാവം, ഒരു നല്ല വാക്ക് പറയില്ല, അവരെ പ്രശംസിക്കൂല, അവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം കൊടുക്കൂല. ഈ രൂപത്തിൽ അവളുടെ വാപ്പാനെ ചീത്ത പറയുക, അവളുടെ ഉമ്മാനെ വഴക്ക് പറയുക, എന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോൾ നാട്ടുകാരെ മൊത്തം ആക്ഷേപിക്കും. ഇങ്ങനത്തെ ഒരു ദുഷിച്ച വൃത്തികെട്ട ഭർത്താവായി നമ്മൾ മാറാതിരിക്കുക. നമ്മുടെ വീട് സന്തോഷകരമായ വീടാക്കി മാറ്റാൻ വളരെ കൃത്യമായ ശ്രദ്ധയുണ്ടാവണം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീട് ആശ്വാസത്തിന്റെ കേന്ദ്രമാണ്. വീട് ആശ്വാസത്തിന്റെ കേന്ദ്രമാണ്. നമ്മുടെ മുസ്ലിങ്ങളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ചെലവാക്കുന്ന പൈസന്റെ നല്ലൊരു ശതമാനം വീടുമേയാണ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ? ഇല്ല. എന്റെ കാരണം വീട്ടിലുണ്ടാകേണ്ട ഒരു ഭംഗി മതിലുമ്മയും പെയിന്റുമ്മയും ടൈൽസും എന്നല്ല, വ്യക്തികളുടെ സ്വഭാവത്തിലും ഗുണത്തിലാണ്. അത് ശ്രദ്ധിക്കുന്നില്ല. കാഴ്ചയിൽ മറ്റേ വീട് എങ്ങനെയാണോ മറ്റൊരാളുടെ വീട് എങ്ങനെ അയാളെ തോൽപ്പിക്കണം. അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ചങ്ങാതിന്റെ ന്യൂസ് ഉണ്ടാവും, അത് നോക്കി നടക്കുക. എന്തോ ഒരു പ്രത്യേകമായ ദൂരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും കാട്ടിക്കൂട്ടലിന്റെയും ഒക്കെ വീടായി നമ്മുടെ വീട് മാറുന്നതിന് പകരമായി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു വീടായി, ശാന്തമായ സമാധാനമുള്ള ഖുർആനോത്തുള്ള ദിക്റുള്ള മ്യൂസിക് ഇല്ലാത്ത ചാടിക്കളിക്കലുകളില്ലാത്ത തോന്നിവാസങ്ങളില്ലാത്ത കൃത്യമായ ഒരു വീടായി നമ്മുടെ വീട് മാറണം. പുരുഷന്മാര് സുന്നത്ത് നിസ്കാരം വീട്ടിൽ വന്ന് നിസ്കരിക്കണം. സുന്നത്താണ്. മദീന പള്ളിയിൽ നിന്ന് സ്വഹാബത്ത് നബിതങ്ങള് നിസ്കാരം കഴിഞ്ഞാൽ പോകും വീട്ടിൽ. മദീന പള്ളിനേക്കാട്ടിൽ നേരെ കൂടി നിസ്കാരം അവിടുന്ന് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. എന്റെ വീടാണ് സുന്നത്ത് നമസ്കാരത്തിന്. സ്ത്രീകൾ അവരുടെ നമസ്കാരം വീട്ടിൽ നിന്ന് ആദ്യ സമയത്ത് നിസ്കരിക്കണം. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പോയ ഓളെ മഫ്തൊക്കെ പിടിച്ചിട്ട് നിസ്കരിച്ചോ എന്ന് ചോദിക്കണം. അപ്പോൾ പറയും മീൻ കഴുകിയിട്ടില്ല, അടിച്ചോടിയിട്ടില്ല, വാഷിംഗ് മെഷീൻ പൊടിച്ചിട്ടില്ല, കുറേ പരാതി പറയണ്ടോ. അതൊക്കെ അവിടെ കളയട്ടെ. ഇത് ഞാൻ പോയിട്ട് ഓതുണ്ടാക്കിയിട്ട് നിസ്കരിക്കും. ഒന്ന് വയർത്തെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. ലേശം വയർപ്പുണ്ട് എന്നത് നജസല്ല. നമസ്കാരം വൈകിപ്പിക്കുക എന്നത് ഒരിക്കലും ഒരു ഉചിതമായ ശീലമല്ല. അതേപോലെ തന്നെ സ്ത്രീകൾ അവരുടെ വീടുകൾ കൃത്യമായ ഒരു രൂപരേഖയുണ്ടാക്കും. ചിത്രങ്ങളും നായാജ് അതുപോലെയുള്ള ജീവനുള്ള വസ്തുക്കൾ അതിനുള്ളിൽ ചിത്രങ്ങളായി രൂപങ്ങളായി ഉണ്ടാകാൻ പാടില്ല. വീടുകൾ ദിക്റുള്ളതായി മാറണം, മഖാബിറുകളായി മാറരുത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണം, ബിസ്മില്ല പറയണം. വീട്ടിനകത്ത് പ്രവേശിച്ചാൽ മിസ്വാക്ക് ചെയ്യണം. ഇതൊക്കെ കുടുംബത്തിൽ പ്രവേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ, കുടുംബത്തിലുള്ള മക്കളെ കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾക്ക് എന്താ പ്രശ്നം? മക്കൾ എന്ത് തെറ്റും ചെയ്യും എന്നത് നിസ്സാരമായിട്ട് പറയും. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ 4 ആളെ കൊന്നിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കുറച്ച് MDMA അടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ മറ്റോനെ ബൈക്ക് കയറ്റിട്ട് അങ്ങനെ അടിച്ചിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും ചെയ്യാം. നിസ്സാരമായി അതിനെ സിമ്പിളായി അവതരിപ്പിക്കുക. ഈ ഒരു സ്വഭാവത്തിനെ പേടിക്കണം. മദ്യവും ലഹരിയും തല്ലും
ലെസ്ബിയനിസവും സ്വവർഗരതിയും ക്രഷും പലതരം ബന്ധങ്ങൾ കൊണ്ട് നടന്നിട്ട് കുത്തുവാൻ എടുത്തില്ല നമ്മുടെ മക്കള്. എന്തൊക്കെ സ്വഭാവത്തിലേക്ക് പോണത്. ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ നാട്ടില് സംസാരത്തില് ഇങ്ങനെ ഒന്ന് രണ്ട് കുട്ടികൾ ഇങ്ങനെ ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടപ്പോ നാട്ടിൽ ഇങ്ങനെ ചോദിച്ചു, ആരൊക്കെയാണ് അന്വേഷിച്ച് നോക്കുമ്പോ 6ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആരെ? നമ്മുടെ പ്രാസ്ഥാനികരായ ആൾക്കാരുടെ മക്കളാണ്. വാപ്പാർക്ക് അറിയില്ല, ഉമ്മാർക്ക് അറിയില്ല. അവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് വിവരം കിട്ടിയത്. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തൊട്ടപ്പുറത്തെ പാടത്ത് പോയിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കുടിച്ചു. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് അറിയാനും മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇന്ന് ജീവിക്കുന്ന കുട്ടികൾ പല കാറ്റഗറിയിലുള്ള കുട്ടികളാണ് വരുന്നത്. അവർ ഏത് ഗ്യാങ്ങിലാണ്? ടർഫിലൊക്കെ ദിവസം രാത്രി 9 മണി മുതൽ രാവിലെ 4 മണി വരെ ടൂർണമെന്റാണ്. നിങ്ങൾ ആരെ നിയന്ത്രിക്കുന്നത്? അവിടെ എന്താ നടക്കുന്നത്? നിങ്ങൾ അതിന്റെ അന്വേഷണമുണ്ടോ? നമ്മളൊരു മാഷായതുകൊണ്ട്, അധ്യാപകനായതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പല കാര്യങ്ങളും തുറന്നു പറയും. അപ്പോഴാണ് നമ്മൾ നിങ്ങൾക്ക് ചിന്തിക്കുക. ഒരു കുട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവനിങ്ങനെ നോക്കിയിട്ട് ഭയങ്കര ടെൻഷൻ. ഞാൻ എന്താ സാറേ, എന്റെ ആളാകെ പോയി. ഏതാള്? ഞാനൊരാളായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന ആളൊന്നല്ല. അപ്പൊ എനിക്ക് അപ്പുറത്തെ കോഴ്സിലുള്ള ആള് 2 മാസമായിട്ട് ഇവരൊരു കുടിയിൽ ഓളെ കഴുത്തിലൊരു ഷാളുണ്ട്. ഇത് കണ്ടപ്പോ ഓൻ വിചാരിച്ചു നല്ല താത്തക്കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പിന്നാലെ നടന്ന് ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കും, സമോസ ഒഴിച്ചു കൊടുക്കും, കുടിയിൽ ഉമ്മാക്ക് 5 രൂപേനെ മരുന്ന് ഒഴിച്ചു കൊടുക്കാത്ത ചായയിലേക്കുള്ള. പക്ഷെ ഓൾക്ക് എന്ത് ചെയ്തിരിക്കണ്? എല്ലാ ദിവസവും ഉച്ചക്ക് ഓളൊപ്പം പോയി ബിരിയാണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സമോസയും പപ്സും ഐസ്ക്രീം ഒക്കെ ഒഴിച്ച് 2 ആളും കൊടുത്തു. 2 മാസം പോലെ ഇങ്ങനെ ജോലി അടിച്ച് നടന്നിട്ട് ഒരു സംഭവം ചോദിച്ചോളൂ, വാപ്പാക്ക് എന്താ പണി ചോദിച്ചു. അപ്പൊ ഓള് തിരിച്ചു വന്നു, വാപ്പേ എനിക്ക് അച്ഛനാണ്. അച്ഛനാ? ഇപ്പോഴാണ് ഓൾക്ക് തിരിഞ്ഞിരിക്കുന്നത്. മുസ്ലിം കുട്ടി അല്ല എന്നുള്ള ബോധം ഇപ്പോഴാണ് ചെക്കൻ അറിയുന്നത്. ഓന് മേടിച്ചു കൊടുത്ത ബിരിയാണിന്റെ സങ്കടത്തിൽ വന്നിരിക്കുക. ഒക്കെ പോയി. നീ അടുത്ത ആളെ നോക്കിയിട്ട് വേണം. പാവം ആളില്ലാതെ നടക്കുക. ഇങ്ങനെ കാത്തിക്കുന്ന കുറെ ആൾക്കാരാണ് നമ്മുടെ പെൺകുട്ടികൾ കാത്തിക്കുന്നത്. ഞങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷന്മാരുടെ ചർച്ചയിൽ ആൺകുട്ടികളെക്കാൾ ഞങ്ങൾക്ക് ഇപ്പൊ പേടി പെൺകുട്ടികളെ. അതായത് ചെക്കന്മാരെ ഫോൺ നമ്പർ എന്റെ നമ്പർ തരുമെന്ന് ചോദിക്കുന്നതേ പെൺകുട്ടി അങ്ങോട്ട് എന്നിട്ടാണ്. മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓളാണ്. എത്ര കേസെന്ന് അറിയോ? പിന്നാലെ നടക്കുന്നത്. അത് എങ്ങനെ? ബസ് സ്റ്റോപ്പിൽ ഒരാള്, ബസ് അറിഞ്ഞോടുത്ത ഒരാള്, ബസ് അപ്പുറത്തുനിന്ന് കയറി പോണോടുത്ത ഒരാള്, കോളേജിലെത്തിയ വേറെ ആള്, എല്ലാരേക്കും ചോക്ലേറ്റ്, എല്ലാരേക്കും പൈസ. ആരാ ടൂർ കൊണ്ടുപോയത്? ഓൻ ബസ്റ്റി. എന്നിട്ട് കടന്ന് കറങ്ങി നരങ്ങി വരിക. ഞങ്ങളുടെ നാട്ടിൽ അടുത്തൊരു സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആയി. നിങ്ങൾ കേൾക്കണ്ടോ? ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നുണ്ടോ? 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആയി. പ്രതിനെ പിടിച്ചു. 8ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടി. 8ാം ക്ലാസ്സിലോ? നിങ്ങൾ ചോദിക്കണ്ട. കേസ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ. ഞാൻ പറഞ്ഞത് മക്കൾ എന്നവരെ നമ്മുടെ വലിയ അമാനത്താണ്. ഞാൻ ഇങ്ങനെയൊക്കെ വഴുതു പറയുന്നുണ്ട്. നാളെ എന്റെ മക്കൾ എവിടെയാകും, എന്താവുമെന്നും നമുക്ക് 24 മണിക്കൂർ ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. എന്നാലും നമ്മൾ കയറൂരി വിടരുത്. പട്ടത്തിന്റെ ഉയർച്ച പട്ടങ്ങനെ ഉയർന്നു പോകും. അതിന്റെ ഞാൻ നമ്മുടെ കയ്യിൽ വരണം. നമ്മുടെ അടുത്തും നിയന്ത്രണമില്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ വേറെ ഒരാൾക്കും നിയന്ത്രിക്കാനുള്ള വഴിയില്ല. മക്കളെ നന്നായി സ്നേഹിക്കണം. മക്കൾ നശിക്കാതിരിക്കാൻ മക്കളെ സ്നേഹിക്കണം. ഞാൻ വീണ്ടും പറയണം, നല്ല ഉള്ളു തുറന്ന് സംസാരിക്കണം, തമാശ പറയണം, ചേർത്ത് പിടിക്കണം, ഉമ്മ കൊടുക്കണം, ഓടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് യാത്ര പോകണം, അവന്റെ ചങ്ങാതിമാരെ അവളുടെ ചങ്ങാതിമാരെ കണ്ടുപഠിക്കണം. എല്ലാ നിലക്കും തിരിച്ചറിവുള്ളവരായി മാറിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകും. പിന്നീട് ഖേദിച്ച് വിലപിച്ച് കരഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല എന്ന ബോധം, വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്ന മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹ്യങ്ങളായി മാറണമെങ്കിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. മക്കളെ ചേർത്ത് പിടിക്കണം, നല്ല ക്ഷമയോടെ പെരുമാറണം.
പുതിയ കുട്ടികളുണ്ടോ നിങ്ങൾക്ക്? 20 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടോ? നല്ല ക്ഷമയിൽ വരുമ്പോ ഒരു കാര്യം 40 വട്ടം പറഞ്ഞ അവരോട് ചെവിക്ക് കയറില്ല. നല്ല ക്ഷമിക്കണം. തല്ലരുത്. പോയിട്ട് ഒരൊറ്റ പ്രശ്നം ഉണ്ടായാൽ മതി, കുട്ടികൾ ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങോട്ട് പോവുക. ഒരുത്തപ്പെടുത്തുണ്ടായി വാക്കെന്തോ പറഞ്ഞിട്ട് ഞാൻ ദേഷ്യം പിടിച്ചത് ഓരോ കാട്ടിന്റെ ഉള്ളിൽ പോയി ഓടിക്കുന്നു. പോലീസും നാട്ടുകാരും വളണ്ടിയർമാരും ടീമും മൊത്തം നാട്ടിലത്തെ കക്കോസും മരച്ചോട്ടിലും പുളിച്ചോട്ടിലും ബസ് സ്റ്റോപ്പിന്റെ ബാക്കിലും ഓടിച്ചാലിന്റെ അടിയൊക്കെ ചെക്കൻ തരഞ്ഞു. അവസാനം കാട്ടുന്ന രാവിലെ നീറ്റുന്നുണ്ട്. എന്താ വാപ്പൻ തന്നെ ചീത്ത അറിഞ്ഞേ? ഇന്ന് പറയണ്ടെന്നല്ല എന്റെ അർത്ഥം. പറയേണ്ടവർക്ക് അതിനൊക്കെ ഒരു രൂപമുണ്ട്. നമുക്കൊരു ദേഷ്യം വരുമ്പോ പോയിട്ട് 4 പൊട്ടിച്ചിട്ടല്ല ഉപദേശിക്കേണ്ടത്, സ്നേഹത്തിലാണ് ഉപദേശിക്കേണ്ടത്. ഷവർമയും ചവായ്ക്ക് മേടിച്ചെടുത്തിട്ട് ഇങ്ങനെ മയത്തിലിരിക്കുമ്പോഴാണ് ഉപദേശം കൊടുക്കേണ്ടത്. നമ്മളെങ്ങനെയാണ് എന്തെങ്കിലും കേൾക്കുമ്പോൾ അവർ ചാടിക്കയറി ഭയങ്കര ഉപദേശിക്കും. അതുകൊണ്ടാണ് മക്കളെ നമ്മളോട് പറയാറുണ്ട്, ഉമ്മ ഭയങ്കര ടെമ്പറാണ്. എന്താ ടെമ്പർ? ഉമ്മ ഭയങ്കര ദേഷ്യക്കാരിയാണ്. വാപ്പ ഭയങ്കര ചൊറയാണ്. ചൊറ ഒരു സ്വൈരവും സമാധാനം സ്വാതന്ത്ര്യം കൊടുക്കാത്തതാണ്. അങ്ങനെ പറഞ്ഞ മക്കൾ കുടുംബങ്ങളിൽ നിന്ന് കേൾക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ കാരണം അതാണ്. ഞാൻ അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൃത്യമായ ലക്ഷ്യം മറക്കാതെ കൃത്യമായി മുന്നോട്ട് പോകണം. നമ്മുടെ വീട് ഭദ്രമാകണം, മക്കൾ സുരക്ഷിതരാകണം. മക്കൾക്കെതിരായി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. സ്നേഹം കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം, അംഗീകാരം കൊടുക്കണം. അവരെ പ്രശംസിക്കുന്നവരായി മാറേണ്ടതുണ്ട്. മതമാണ് വലുത് എന്ന ബോധം അവർക്കിടയിൽ ഊട്ടി ഉറപ്പിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുന്നുണ്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ചു പറയുന്നുണ്ട്, യാ ബനിയ, പൊന്നു മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് മതം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. മക്കളെ, മതം മുറുകെ പിടിക്കുക. മതം പ്രശ്നമാണ്, മതല്ല പ്രശ്നം. മതം പറയണത് എന്താ? സ്കരിക്കണം, നോമ്പെടുക്കണം, പാവങ്ങളെ സഹായിക്കണം, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, അതുപോലെ ജീവിതത്തിൽ നല്ല ഹൈറുണ്ടാവണം, ഹറാമ് ചെയ്യരുത്. മതം നല്ലതാ പറയുന്നത്. മതം വേണ്ടെന്ന് പറയുന്നവർക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമാണ്. ലഹരിയാവാം, പെണ്ണാകാം, എന്താവാം. നമുക്കൊരു ചട്ടക്കൂട് വേണം, ഒരു നിയന്ത്രണം വേണം. അതുകൊണ്ട് തന്നെ മനുഷ്യർ, നമ്മൾ അള്ളാന്റെ ദീനാണ് മുറുകെ പിടിക്കേണ്ടത്. ലിബറൽ മതം എന്ന ദീൻ മുറുകെ പിടിക്കരുത്. എന്താ ലിബറൽ മതം? തോന്നിയതെല്ലാം ചെയ്യാം, തോന്നുന്നവന്റെ കൂടെ നടക്കാം, തോന്നുന്ന പോലെ വസ്ത്രം ധരിക്കാം. നമ്മുടെ കുട്ടികളുടെ കോൾ എന്താണ്? ട്രെയിനിലൊക്കെ അങ്ങനെ പോകുമ്പോ കണ്ണൂരിൽ കയറിയാല് കുറെ കുട്ടികൾ കോയമ്പത്തൂരിക്കും ചെന്നൈക്കും പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ കൊണ്ടുവരുന്ന ഉമ്മ നല്ല പർദ്ദ കൊണ്ടാക്കി തരും. വാപ്പകൾ താടിയൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കിട്ട് 15 താടിയൊക്കെ വെച്ചിട്ട് വാപ്പ കൊണ്ടാക്കുക. ഈ കുട്ടി പിന്നെ വണ്ടി കയറി നമ്മൾ കാണുന്നത് എന്താ അറിയോ? നായ കടിച്ച പോലത്തെ ഒരു പാൻറ് ഇട്ടാണ് അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട്. മോഡലത്രേ, പുരോഗമനത്രേ. ചെക്കന്മാരാണ് ചെയ്യുന്നത്, നിങ്ങൾ ആനക്കാല് പോലത്തെ പാൻറ്റോടെ വരുന്നത്. അത് തിരുമ്പുണ്ടാക്കുന്ന ഉമ്മാന്റെ അവസ്ഥ നിലത്തോടെ ഇങ്ങനെ തോണ്ടി നടക്കുക. 4 ആൾക്കുള്ള ഡ്രസ്സ് ഓൻ തന്നെ ഇട്ട് നടക്കുക. അതെന്താ പുതിയ മോഡൽ സാറേ? ഇതിപ്പോഴത്തെ മോഡൽ. മുടിയൊക്കെ കടന്നലൂട് മാറിയും നടക്ക്. വെള്ളമില്ല, തേക്കില്ല, എണ്ണയില്ല, ചെറുപ്പില്ല. ഏതോ ആദിവാസിന്ന് വരുന്ന മാതിരി നമുക്ക് കണ്ടാ തോന്നുന്നു. ഇളനീര് ചെത്തി നാവിൽ എലി കടിച്ച മാതിരി ചെത്തി കോർപ്പിച്ച് അവിടെ ഇവിടെ ഒരു വൃത്തികെട്ട കൗമായി നമ്മുടെ കൗമമാർ ഒരു ലിബറൽ മതത്തോന്നിവാസിയായി ജീവിക്കുക. എന്റെ കോളേജിന്റെ അടുത്ത് തൊപ്പി എന്ന് പറയുന്ന ഒരു ചെങ്ങായി വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ചെങ്ങായി ഏതാണ് മനുഷ്യ? ചെങ്ങായി ഓന്റെ ഓൺലൈനിൽ വീഡിയോ ചെയ്തിട്ട് തിന്നണ അവന്റെ മാഗിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ട്രൗസറിനോടൊക്കെ തിരികെ മനുഷ്യനാണ്. ഓനെ കാണാൻ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലെ കുട്ടികൾ റോട്ടിൽ കൂടെ ഭയങ്കര പ്രകടനോ. ഞങ്ങളെ ഫാൻസ് ആണ്. പറഞ്ഞിട്ട് ആരാണ് ഉമ്മാരെ വാപ്പാരെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? കുട്ടികളെ. ഈ കുടുംബത്തിൽ ഈ ഫോൺ സോഷ്യൽ മീഡിയ അല്ലേ? ഇൻസ്റ്റഗ്രാം ഇല്ലാത്തൊരു കുട്ടില്ല. പല രാജ്യങ്ങളും നിരോധിച്ചു. നമ്മൾ കയറി കൊടുത്തിക്കാണ്. ഇപ്പൊ കോളേജിൽ ചെന്നാല് സ്കൂളിൽ ചെന്നാൽ കുട്ടികൾ ഫസ്റ്റ് കേൾക്കണ്ടല്ലോ, സാറിന്റെ ഇൻസ്റ്റഗ്രാം ആയിട്ട് തരും. ഉമ്മാർക്ക് അറിയില്ല, വാപ്പാർക്കൊന്നും അറിയില്ല. ഒരു ഫേസ്ബുക്ക് യൂട്യൂബ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ? ലിബറൽ മതത്തിന്റെ വക്താക്കളായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുക. മ്യൂസിക്കിന് എല്ലാത്തരം പരിപാടി, ഡിജെകളും ചാടിക്കളികളും അത് വേറെ.
വെഡിങ് ആനിവേഴ്സറി. ആര്? 75 വയസ്സായ ആള് വെഡിങ് ആനിവേഴ്സറി. ഒക്കെ നമ്മളെ കൗമിന്റെ ഇടമായി കയറി വരുന്നത്. ആരെ സംസ്കാരമാണ്? മുസ്ലിമിന്റെ സംസ്കാരത്തിൽ അത് ഒരിക്കലും കാണാൻ സാധ്യല്ല. പള്ള കാണല് കാസർഗോഡൊക്കെ തുടങ്ങി, നമ്മുടെ കണ്ണൂരൊക്കെ ഉണ്ട് പലയിടത്തും. എന്താ? പെണ്ണ് ഗർഭം ധരിച്ചതിന്റെ പേരിൽ ഓളൊരു സ്റ്റേജുമൊക്കെ കയറ്റിയിട്ട് രാജകുമാരിയെ കൊണ്ടുപോയി തലയിലൊക്കെ വെച്ച് സ്ത്രീകൾക്ക് മുറിച്ചിട്ട് ഓളെ പള്ളിയും ഫോട്ടോ എടുത്തിട്ട് കൗമി യൂട്യൂബിലിട. ഇതിനൊക്കെ ചളി നോക്കി നിൽക്കാൻ, ഇതിനൊക്കെ പൈസലമാക്കാൻ നമ്മളെ കൗമുണ്ടല്ലോ. ഒരു യത്തീംകുട്ടിക്ക് ഒരു 10 രൂപയുടെ ചോറെടുക്കാൻ പോയപ്പോൾ നിങ്ങൾ ആ റസീറ്റിൽ 50 രൂപ എഴുതി തരും. ഇതിനോ ഒരു പ്രശ്നമില്ല. മേക്കപ്പ് എത്ര ചെറുതിനും വലുതും 65 90 ആയോല് വരെ മേക്കപ്പ് ഇട്ട് നടക്കുക. മരണ വീട്ടിക്ക് വരെ പോണത് മേക്കപ്പ് അണിഞ്ഞ് ചൊല്ലു ചോദിച്ച് നടക്കുക. ആരാണ് ഈ സംസ്കാരം തന്നത്? നമുക്കൊരു ദീനില്ലേ? ആ ദീനാണ് വലിച്ചെറിഞ്ഞ് നടക്കുക. ബർത്ത്ഡേ ആഘോഷങ്ങൾ ചെയ്തിട്ട് അത് സ്റ്റാറ്റസ് ആക്കി പാട്ട് വെച്ച് കൊണ്ട് നടക്കണം നമ്മള്. അപ്പൊ നമ്മൾ പറയും, എന്താ ഇയാള് എല്ലാത്തിനും എതിർക്കണത്? എതിർക്കാൻ പാടുള്ളതിനെ എതിർക്കേണ്ടതിനെ എതിർക്കന്നെ വേണ്ടേ? ഇസ്ലാമിൽ ഇല്ലാത്തത് ചെയ്യാൻ തുടങ്ങിയ അതോടുകൂടി ആ കുടുംബത്തിന്റെ നാശം ആരംഭിക്കുക. സുന്നത്ത് കല്യാണം തുടങ്ങിയില്ലേ? ഇത് ആ സംഭവം കഴിക്കണേ ഇത്ര വലിയ ആഘോഷമൊന്നും ആവശ്യമില്ല. ആ കുട്ടി വേദനിച്ച് അവിടെ നിന്ന് കരിയായി ഇത് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, നോട്ടുമാലിട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ ബിരിയാണി വെക്കാൻ സ്റ്റേജ്. ഇതൊന്നും ആവശ്യമില്ലാണ്. ഇതിനൊന്നല്ല നമ്മൾ പൈസ ചെലവാക്കേണ്ടത്. അതിനേക്കാൾ ഞെട്ടിക്കുന്നത് പുതിയ സാധനം വന്നിട്ടുണ്ട്. എന്നാലും പേര് നിൽക്കാറില്ല. കല്യാണം, കുളിക്കല്യാണം ഉണ്ടോ? നിങ്ങൾ ചെയ്യണല്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. കുളിക്കല്യാണം. ഓൾക്കറിയാം, ഒരു ചെറുക്കുണ്ട്. നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോ കാസർഗോഡ് നിന്ന് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പോന്നിക്കണ അവിടുന്ന് പോന്നിക്കണ്. അടുത്ത നമ്മളെത്തി പോയി. കുളിക്കല്യാണം. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിന്റെ അന്ന് ഓളെ കൊണ്ടുപോയി മേക്കപ്പ് ഇട്ടിരുത്തി കുളിപ്പിച്ച് മന്ദലൊക്കെ റെഡിയാക്കി ഒരു പായസം ചോറ് ബിരിയാണിയൊക്കെ വെച്ച് കുട്ടിക്ക് പ്രായപൂർത്തിയായതിന്റെ ആഘോഷം കാണുമ്പോൾ നമുക്ക് തോന്നാം, എന്താ പരിപാടി? ഇതുപോലെ അങ്ങോട്ട് ബാക്കി എല്ലാം കയറി വരികയാണ്. ഇതിനൊക്കെ ആരാ തല വെച്ചോ? ഏതെങ്കിലും ഹിന്ദുസ് ചെയ്യും, ഏതെങ്കിലും മറ്റുള്ള മാമൂലി അവർക്ക് പലതൊക്കെ ഉണ്ട്. ഇത്രക്കാണ് മോശമായി അതപ്പതിച്ച് കല്യാണത്തിന് പോകാൻ എനിക്ക് പോയി. സത്യം പറയാം, കണ്ണൂര് കല്യാണം ഉണ്ടാവും. ഞാൻ ഒന്നും ആലോചിച്ചു, കോൺഫറൻസ് വിളിച്ചു പോണോ കാർ എടുത്ത് പോണോ രണ്ടോട്ട് ആലോചിച്ചു. ഏതാ പൊട്ടിക്കാൻ അറിയില്ല. ബോംബെറിഞ്ഞിലെ കല്യാണ വീട്ടിൽ ഉണ്ടായി, പടക്കം എറിഞ്ഞില് എത്ര കല്യാണ വീട്ടിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. എത്ര കല്യാണ വീട്ടിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ പെണ്ണിന്റെ വീട്ടിലും ആണിന്റെ വീട്ടിലും പോലീസ് സ്റ്റേഷൻ കയറില്ലേ? ഈ ഏലത്തൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ ഏലത്തൂർ എന്ന് പറയുന്ന നിങ്ങൾ എപ്പോഴും ഒഴിവുണ്ടെങ്കിൽ പോണവിടെ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും മനോഹരമായ ഒരു കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി അവരുടെ മണിയറയുടെ ഉള്ളിലേക്ക് ചെക്കന്റെ 4 ചങ്ങാതിമാര് വെള്ളം അങ്ങോട്ട് പുറത്തുനിന്ന് പൈപ്പ് എടുത്തിട്ട് മണിയറയിലേക്ക് വെള്ളം അങ്ങോട്ട് അടിച്ചു കയറ്റിയിട്ട് ആ റൂമിൽ നിറച്ച് വെള്ളം കയറിയിട്ട് ഷോക്ക് അടിച്ചിട്ട് 2 ആളും മരിച്ചു. എന്താ പറയുക, ചെക്കന്മാര് പണി കൊടുത്തതാണ്. ഇതിനൊക്കെ വക വെച്ചു കൊടുക്കണ വാപ്പാരും കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ജീവനാ പോയത്. ഒരു 24 മണിക്കൂർ പോലും കിടന്നുറങ്ങാൻ ആ ദമ്പതിമാരെ സമ്മതിക്കാത്തതിന്റെ പേരാണ് വിവാഹം. പേക്കൊടുത്ത് തോന്നിവാസം. ഇത് കണ്ടിട്ട് ഒരു മനുഷ്യൻ മുൻപിടില്ല, പ്രതികരിക്കണില്ല. ആ 2 മയ്യത്ത് ഒരുമിച്ച് കവറടക്കി അവിടെ കിടക്കട്ടെ, അവിടെ അവർക്ക് സുഖിക്കാലോ. ഈ നാടല്ലേ സമ്മതിക്കാത്തുള്ളൂ. എന്താണ് ഇവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന ആലോചിക്കുക. അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം എല്ലാം ദീനിന്റെ അകത്തേക്ക് കടന്നു വരണം. എല്ലാം ശാന്തമായി മര്യാദയോടെ അവസാനിക്കാൻ പ്രാർത്ഥിക്കണം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് മിൻ ദുരിയതി. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച, റബ്ബേ എന്നെയും എന്റെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ. റബ്ബേ ഞങ്ങൾക്ക് ഇണകളിലൂടെ മക്കളിലൂടെ കൺകുളിർമ നൽകണമേ. അതേപോലെ തന്നെ റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖസൈത. അതുപോലെ തന്നെ റബ്ബേ ഞങ്ങളെ നരകത്തിൽ ഞങ്ങൾ പെടുത്തല്ലേ. നരകത്തിൽ പെട്ടവരൊക്കെ അപമാനിതരാണ്, ഞങ്ങളെ അപമാനിക്കില്ല റഹ്മാനേ. സ്വന്തത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, മക്കളുടെ ഹൈറിന് വേണ്ടി, കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് മനമൊരുക്കി തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറുക. അല്ലാഹയാണ് എല്ലാം തരുന്നവൻ, സമാധാനം തരുന്ന. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് സമാധാനം വേണോ? കുടുംബം ദുനിയാവിൽ മനോഹരമാക്കി തരണോ?
പടച്ചോൻ നമുക്ക് ബർക്കത്ത് തന്നാൽ എത്ര മനോഹരമായിരിക്കും. അള്ളാഹുവിന്റെ നിഷേധങ്ങളെ, ഹറാമുകളെ, നിഷിദ്ധങ്ങളെ ചെയ്യാതിരിക്കുക. അള്ളാഹു ഹലാലാക്കിയ നന്മകളെ നെഞ്ചോട് സ്വീകരിക്കുക. വീട്ടിലുള്ളവരെല്ലാം ദീനിനെ മുറുകെ പിടിക്കുന്നവരായി മാറുക. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ നന്മകളും സ്വീകരിച്ച് പാപങ്ങളെല്ലാം നമുക്ക് പുറത്ത് മാപ്പ് നൽകി സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ഈ അടുത്ത ദിവസത്തിൽ വിട പറഞ്ഞു പോയ കുനിയാറത്ത് ഫാത്തിമ ഹജ്ജുമക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വിജ്ഞാന വേദികൾക്കും മറ്റുമൊക്കെയായി ഒരുപാട് സഹായം ചെയ്തിരുന്ന ആ മഹദിക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിച്ച് സ്വർഗത്തിലെ ഉന്നതമായ ദറജ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, ഇണകളെ സന്തോഷത്തിന്റെ കൺകുളിർമയുള്ള ഇണകളാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അല്ലാഹുവേ നീ ആശ്വാസവും സമാധാനവും നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ നല്ല മുറാദും ഹാസിലാക്കി തരണമേ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാധീനങ്ങളായ സന്താനങ്ങൾ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ ഞങ്ങൾ രോഗികളായ ആളുകൾ പലരുമുണ്ട് റബ്ബേ, അവർക്ക് പൂർണ്ണമായ ശിഫ നൽകണമേ. കടം കൊണ്ട് വലയുന്നവരുടെ റബ്ബേ അവർക്ക് സമാധാനവും എളുപ്പത്തിൽ നിന്ന് മോചനവും നൽകണമേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب